ഈ കുടുംബ സംഗമത്തിൻ്റെ അധ്യക്ഷനും കമ്മിറ്റി പ്രസിഡൻറ്റുമായ കരീം ഹാജി, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ചോറോട് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, മുസ്ലിം ലീഗിൻ്റെ ചോറോട് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഇസ്മായിൽ മാസ്റ്റർ, വനിതാ ലീഗിൻ്റെ ചോറോട് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ആബിദ ചോറോട്, OM അസീസ് മാസ്റ്റർ, വേദിയിലും സദസ്സിലും എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കുരിക്കിലാട് ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന കുടുംബ സംഗമത്തിലാണ് നമ്മെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മളൊക്കെ കടന്നു പോകുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ആ കാര്യങ്ങളൊക്കെ വിശദമായി പറയാൻ വേണ്ടി, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഇവിടെ പ്രമുഖ വ്യക്തികൾ വേദിയിലുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം SIR ബന്ധപ്പെട്ടും ലീഗിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കാൻ നമ്മുടെ അബൂട്ടി മാഷ് ശിവരമണം ഇവിടെ എത്തിച്ചേരുന്നതാണ്. ചെറിയൊരു ആമുഖത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രഭാഷണം അവസാനിപ്പിക്കും. കുരിക്കിലാട് ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി 2023 ജനുവരിയിലാണ് നിലവിൽ വന്നത്. ഈ കമ്മിറ്റി നിലവിൽ വന്ന അന്ന് തന്നെ എടുത്തിരിക്കുന്ന ഒരു പ്രതിജ്ഞ എന്ന നിലക്ക് ഒരുപാട് കാലത്തെ അനുഭവമുള്ള ഒരുപാട് ആൾക്കാർ മുമ്പിലുണ്ട്. നമ്മുടെ ശാഖയിൽ ഒരു ഓഫീസ് എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. ആ ഒരു ഓഫീസ് എന്ന സ്വപ്നം ഏത് വിധനെയും നടപ്പിൽ വരുത്തുക, അത് സാക്ഷാത്കരിക്കുക എന്ന ഒറ്റൊരു അജണ്ടയാണ് മുസ്ലിം ലീഗിൻ്റെ ആദ്യ മീറ്റിങ്ങിൽ നമുക്കുണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും നിങ്ങളെയൊക്കെ സഹകരണങ്ങൾ കൊണ്ടും നമുക്ക് അവിടെ സ്ഥലം വാങ്ങാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഇന്ന് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും 2 നില കെട്ടിടം ഇൻഷാ അല്ലാഹ് 2026 ആകുന്നതിന് മുമ്പ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ഈ ഒരു 2023 ഈ 25 കാലയളവിലേക്കുള്ള ഈ കമ്മിറ്റി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, പല കാര്യങ്ങളും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മുടെ പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു പക്ഷേ നിങ്ങളിൽ എത്തിച്ചിട്ടുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം കുടുംബസംഘവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീടുകളിലൊക്കെ ഏകദേശം 100 ചില്ലാനം വീടുകളിൽ നേരിട്ട് ക്ഷണിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ നമ്പർ വാങ്ങി, സ്ത്രീകളുടെ നമ്പർ വാങ്ങി അതിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത്? എൻ്റെ നേതാക്കന്മാരോട് ഇരിക്കുന്നുണ്ട്, ഒരു അധിക പ്രസംഗം ആണെന്ന് വിചാരിക്കേണ്ട. ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നതൊക്കെ കുറിച്ച് കൃത്യമായ ഒരു ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതൊക്കെ നമുക്കല്ല, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നത്. ഇസ്സത്തോടെ തല ഉയർത്തി ജീവിക്കാൻ ഇപ്പോൾ നമ്മളോട് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഇരിക്കാൻ കഴിയാത്ത എത്ര സംസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്. ഒരു സിനിമയിലെ ഡയലോഗ് എടുത്താൽ, ഇപ്പം കഴിഞ്ഞ ദിവസം ബീഹാറിലൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ TV അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയിൽ ഒരു ഡയലോഗ് പോലെ നമ്മുടെ മനസ്സിലൊക്കെ എന്താ വരിക? അതങ്ങ് ബീഹാറിലല്ലേ, അതങ്ങ് ഗുജറാത്തിലല്ലേ കലാപങ്ങൾ ഉണ്ടായത്? പക്ഷെ അല്ല, അതൊക്കെ നമുക്ക് കയ്യെത്തും ദൂരത്താണ്. അത് വാതിലിൽ മുട്ടുന്നതിന് മുമ്പ് നമ്മൾ ഉണർന്നിട്ടില്ലെങ്കിൽ, നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായിരിക്കും നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് എനിക്ക് ഇതിൽ പ്രത്യേകമായി പറയാനുള്ളത്, നിങ്ങളെയൊക്കെ കുട്ടികളെ, നിങ്ങളുടെയൊക്കെ മക്കളെ, ആൺമക്കളെയും പെൺമക്കളെയും നമ്മുടെ പാർട്ടിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വിട്ടുതരണം. രാഷ്ട്രീയം എന്നത് പലപ്പോഴും നമ്മൾ കണക്കാക്കുന്നത് വേറെന്തോ കാര്യത്തിന് വേണ്ടിയാണെന്നാണ്. അല്ല, രാഷ്ട്രീയമില്ലാത്തൊരു ജീവിതം, രാഷ്ട്രീയമില്ലാത്തൊരു ദിവസം നമുക്കുണ്ടാവില്ല.
അതുകൊണ്ട് കൂടുതൽ നീട്ടിപ്പരത്തി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ കൂട്ടത്തിൽ ഒന്നുകൂടി പറയാം, ഈ വോട്ട് ചേർക്കലും വോട്ട് തള്ളിക്കലുമായി ഒരുപാട് പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് PTK റഫീഖ്, റിൻഷാദ് അലിഫ്, അങ്ങനെ കണ്ട ഒരുപാട് പ്രവർത്തകന്മാർ നിങ്ങളുടെ വീടുകളിൽ നിരന്തരമായി കയറി നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ രേഖകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പലരും കൊടുത്തിട്ടില്ല. പക്ഷേ നിർഭാഗ്യവശമെന്ന് പറയട്ടെ, ഇന്ന് പലരും അങ്കാലപ്പില കുടുങ്ങി. 2022 2025 SIR എങ്ങനെയാ, എന്താ ചെയ്യുക, ആകെ അങ്കാലപ്പില. അപ്പോൾ നമ്മളൊക്കെ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത് നമുക്ക് മറ്റു പണികളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല പറയുമ്പോൾ ദേഷ്യമായിരിക്കും തോന്നണ്ട. ഇതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ പിന്നാലെ സമയമുണ്ടാക്കി നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. അപ്പം നിങ്ങളൊക്കെ സഹകരണങ്ങൾ ഉണ്ടാവണം. മാത്രമല്ല മറ്റ് പാർട്ടിക്കാരെയുമായി മുസ്ലിം ലീഗിനെ താരതമ്യം ചെയ്യുമ്പോൾ ഒറ്റക്കാര്യം ഞാൻ പറയാം, നമ്മുടെ പ്രവർത്തകർ രാത്രി ഉറക്കമുളച്ചിട്ടാണ് ഈ വോട്ടുകൾ ചേർക്കുന്നത്. നിങ്ങളുടെ ഓരോ ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്ത് പൂരിപ്പിച്ച് സൈറ്റിലേക്ക് കാട്ടുന്നത്. അതേസമയം മറ്റ് പാർട്ടിക്കാർ നിങ്ങളുടെ വീടുകളിലും വന്ന് പിരിവെടുക്കും. പലപ്പോഴും പിരിവെടുക്കില്ലേ? നമ്മളെ ബന്ധപ്പെട്ട ആൾക്കാർ ചിരിച്ചു കൊണ്ടുപോകാൻ പിരിവ് നമ്മൾ കൊടുക്കും. അതെങ്ങനെയാ കൊടുക്കാതിരിക്കുക, എങ്ങനെയാ മുഖത്ത് നോക്കാതിരിക്കുക? ആ അടിസ്ഥാനത്തിൽ നമ്മൾ പിരിവുകൾ കൊടുക്കാറുണ്ട്. ആ പണം ഉപയോഗിച്ചാണ് ആ പണം ഉപയോഗിച്ച് തന്നെയാണ് നമ്മളെ വോട്ട് തള്ളിയുന്നത്. എങ്ങനെ തള്ളിക്കും? എങ്ങനെയാണ് വോട്ട് തള്ളിക്കുന്നത്? ഒരു ചെലവുമില്ല, ഒരു ഉറക്കവുമില്ല. അവരെന്താ ചെയ്യുന്നത്? നമ്മളെ കയ്യിൽ നിന്ന് പിരിച്ച പണം കഫയിൽ കൊണ്ടുപോയി, കഫയിൽ കൊണ്ടുപോകുന്നവനും ഓഫീസിൽ നിന്ന് ബത്തുണ്ട് 70-80 രൂപ കൊടുത്ത് നമ്മളെ വോട്ടുകൾ തള്ളിക്കുക. ഇവിടെ 2-3 വട്ടം പഞ്ചായത്തിൻ്റെ പടികയറി ഇറങ്ങിയ ഒരുപാട് സ്ത്രീകളും ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ. അവർക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിൽ കിടക്കുകയാണ്. ഇവിടെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്ന്, ഇസ്മായിൽ മാസ്റ്ററാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. കുരിക്കിലാട് ശാഖ മുസ്ലിം ലീഗിന് വേണ്ടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അബൂട്ടി മാസ്റ്റർ ശിവപുരമാണ്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ആബിദ ചോറോട്, നിങ്ങൾക്ക് എവരൊക്കെ അറിയാം, വനിതാ ലീഗിൻ്റെ ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ OM അസീസ് മാസ്റ്റർ, മൂസ ഹാജി, PK ഇബ്രാഹിം ഹാജി, റഫീഖ് PTK, റിൻഷാദ് അലിഫ്, MSFൻ്റെ പ്രതിനിധികളായ മുഹമ്മദ് ആദിൽ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം പറയുന്നു. പിന്നെ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയത്, ഈ പരിപാടി ഈ 10ാം വാർഡിലെ വീടുകളിലാണ് നമ്മളെയൊക്കെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഈ 10ാം വാർഡും അതുപോലെ തന്നെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം 10ാം വാർഡ്, 11ാം വാർഡ്, 8ാം വാർഡ്, 9ാം വാർഡ്, ഈ വാർഡുകളിലൊക്കെ നമുക്ക് പിന്നെ മുസ്ലിം ലീഗിൻ്റെയും വനിതാ ലീഗിൻ്റെയും കമ്മിറ്റികൾ പ്രത്യേകം ഉണ്ടാക്കണം. ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ സമീപ വാർഡുകളിലെ ആൾക്കാർ കൂടി ഉണ്ടാവും. അത് കുഴപ്പമില്ല, അവർ പരിപാടിക്ക് വന്നതായിരിക്കാം. അപ്പം 10ാം വാർഡിലെ ഇവിടെയുള്ള വനിതാ ലീഗിൻ്റെയും അതുപോലെ ലീഗിൻ്റെയും ഒരു കമ്മിറ്റി രൂപീകരണം കൂടി ഇവിടെ നടക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നേതാക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഈ പരിപാടിയിലേക്ക് കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കാൻ വേണ്ടി കുരിക്കിലാട് ശാഖ കമ്മിറ്റി മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കരീം ഹാജി ഏറോദിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് ഇസ്മായിൽ മാസ്റ്റർ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. കുരിക്കിലാട് ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇങ്ങനെ ഒരു കുടുംബ സംഗമം നടക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ റിയാസ് നേരത്തെ സൂചിപ്പിച്ചു, വർത്തമാനകാലത്ത് ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗം ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്.
ഇവിടെ അതിനെക്കുറിച്ച് വളരെ വിശദമായി അബൂട്ടി ശിവപുരം ഇവിടെ എത്തി നിങ്ങളോട് സംസാരിക്കും. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIRൻ്റെ ഒരു ഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. കുരിക്കിലാട് ശാഖ ഞാൻ മനസ്സിലാക്കിയത് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ള ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയ ഒരു ശാഖയാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൽ വലിയ പ്രയാസമില്ല. നമുക്കറിയാം, കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ SIR നടപ്പിലാക്കുകയാണ്. ഈ വോട്ടർ ലിസ്റ്റ് പരിഷ്കരണം നടക്കുമ്പോൾ നമ്മെപ്പോലുള്ള ആളുകൾക്ക് ആശങ്കയാണ്. നമുക്കറിയാം, 1951 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ 8ഓളം തവണയായി SIR നടപ്പിലാക്കിയിട്ടുണ്ട്, കേരളം ഉൾപ്പെടെ. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ നടന്നത് 2002 ഇവിടെ എൻ്റെ മുമ്പിൽ കാരണവർമാരൊക്കെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഈ SIRലൂടെ കടന്നു പോയവരാണ്. പക്ഷേ ആ സമയത്ത് അങ്ങനൊരു കാര്യം നടക്കുന്നത് പോലും നമ്മളാരും അറിയില്ല. നമ്മൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ടില്ല. നമ്മളതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. ജനങ്ങളിങ്ങനെ എല്ലാ ദിവസവും ഓരോ പ്രദേശത്തെ രാഷ്ട്രീയക്കാരെ നിരന്തരം വിളിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരവസരം ഉണ്ടായിട്ടില്ല. അതൊരു വോട്ടിംഗ് ലിസ്റ്റ് പുതുക്കുക എന്നൊരു നടപടിക്രമവുമായി മുന്നോട്ട് പോയതാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന കാരണവന്മാർക്കറിയാം, എന്നേക്കാൾ കൂടുതൽ അറിയാം. അത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 2025 ഈ SIR നടക്കുമ്പോൾ നമ്മളൊക്കെ വല്ലാതെ പേടിക്കുകയാണ്. കാരണം 2002 SIR നടന്നത് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ്. 18 വയസ്സ് പൂർത്തിയായ മുഴുവൻ ആളുകളെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുകയും അനധികൃതമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിപ്പറ്റിയ ആളുകളെ ഒഴിവാക്കുകയുമാണ് 2002 SIR കൊണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നമുക്കൊന്നും പ്രയാസമില്ല, നമ്മൾ വന്ന് വോട്ട് ചേർത്തു. എന്നാൽ 2025 SIR നടപ്പിലാക്കുമ്പോൾ നമ്മൾ ഭയപ്പെടാൻ കാരണം പൗരത്വ ഭേദഗതി നിയമവുമായി ഇത് കണക്ട് ചെയ്യുന്നു എന്നതാണ്. ഇന്ത്യയിൽ നേരത്തെ റിയാസ് പറഞ്ഞതുപോലെ കേരളം ഒഴിച്ചുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസം ബീഹാറിൻ്റെ റിസൾട്ട് വന്നു. ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപ്പിലാക്കിയപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ പുറത്താണ്. ആ പുറത്താവാൻ കാരണം വ്യക്തമായ രേഖകളില്ലാതെ എങ്ങനെയല്ലോ ജീവിച്ചു പോകുന്ന ഒരുപാട് നമ്മളെപ്പോലുള്ള സാധാരണയിലും സാധാരണക്കാർ ജീവിച്ചു പോയി. അവരോടിങ്ങനെ കുറേ രേഖകളുമായി ചോദിക്കുമ്പോൾ പലപ്പോഴും വ്യക്തമായി കൃത്യമായി അതൊക്കെ അവതരിപ്പിക്കാനും ഏൽപ്പിക്കാനും എത്തിക്കാനും കഴിയാതെ അവരുടെ ജീവിതത്തിൻ്റെ പെടാപ്പാടുമായി മുന്നോട്ട് പോകുമ്പോൾ അവരൊക്കെ ഇതിന് പുറത്താകും. കേരളത്തിൽ ഇതേപോലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം നിങ്ങളോടൊപ്പം ഉണ്ട്. SIR നടപ്പിലാക്കുമ്പോൾ നമുക്ക് വ്യാകുലത ഉണ്ടെങ്കിലും ശാഖാ കമ്മിറ്റികൾ അതിനോടൊപ്പം നിൽക്കുന്നു. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നു. വീടുകളിൽ BLOമാരുടെ കൂടെ BLAമാർ, അതായത് രാഷ്ട്രീയ പ്രവർത്തകർ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒക്കെ പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ BLOമാരോടൊപ്പം എത്തുന്നു. നിങ്ങളുടെ ആശങ്കകൾ, സംശയങ്ങൾ ദൂരീകരിക്കും. നമുക്കറിയാം, ഇപ്പോൾ നവംബർ 4 മുതൽ
ഡിസംബർ 4 വരെ നമ്മുടെയൊക്കെ വീടുകളിൽ എന്യൂമറേഷൻ ഫോമുമായി എത്തുകയാണ്. ആദ്യം നമുക്കൊക്കെ ഭയപ്പാടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളെല്ലാം കുറച്ചൊന്ന് ഫ്രീ ആയിട്ടുണ്ടാവും. ഇതിൻ്റെ മറ്റൊരു വശം, നമ്മളൊക്കെ ഏത് സമയവും മൊബൈലുമായി ഇങ്ങനെ ജാഗരൂകരായി നിൽക്കുകയാണ്. വാട്സപ്പ് ഒരു സമയത്ത് നമ്മളൊരു കല്യാണ വീട്ടിൽ പോയാൽ കുറച്ച് സമയം നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആരും അടുത്തിരിക്കേണ്ടെന്നാണ്. കാരണം ആ സമയത്ത് കൂടി നമുക്ക് വാട്സപ്പിലൂടെ എന്തെങ്കിലും കാണാനും അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒരു സമയമാണ്. എല്ലാവരും ഇതിൻ്റെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല ആശങ്കകൾ ഉണർത്തുന്ന പല വീഡിയോകളും നമ്മളിലൂടെ കടന്നു പോകുന്നു. അത് കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പാടോടുകൂടി ആ നാട്ടിലെ ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭയം വേണ്ട, ജാഗ്രത മതി എന്നതാണ് നമ്മുടെ കാര്യം. അപ്പോൾ ഈ എന്യൂമറേഷൻ ഫോം നമ്മളെ വീടുകളിൽ എത്തിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ ഹെൽപ്പ് ഡെസ്കിലൂടെ പോകുന്നവരാണ്. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഒരാളുടെ 2 ഫോം എത്തുമ്പോൾ, ഇപ്പം എൻ്റെ 2 ഫോം 2025 നമുക്കറിയാം, ഈ ഒക്ടോബർ 27-ാം തീയതി, കഴിഞ്ഞ ഒക്ടോബർ 27-ാം തീയതി മുതൽ കേരളത്തിലെ ഒരാൾക്കും പഞ്ചായത്തിലല്ലാതെ വോട്ടില്ല. പാർലമെൻറ്റ് വോട്ട് ലിസ്റ്റ് മുഴുവനായി ബാൻ ചെയ്തു. ഇപ്പം ആർക്കും വോട്ടില്ല. പഞ്ചായത്തിൽ വോട്ടുണ്ട്, അത് നമുക്കറിയാം. പഞ്ചായത്ത് വോട്ട് കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് പഞ്ചായത്തിലെ വോട്ട് ഇതുമായി ബന്ധമില്ല, അത് കൃത്യമായി നടക്കും. എന്നാൽ പാർലമെൻറ്റിൽ നമ്മളൊക്കെ ഷാഫിക്ക് ചെയ്ത ആ വോട്ട് ലിസ്റ്റ് മുഴുവനായി റദ്ദ് ചെയ്തിരിക്കും. ഇപ്പം ആർക്കും വോട്ടില്ല. നമ്മളെല്ലാവരും, നമ്മൾ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ആളും, അതിന് ജാതി മതമൊന്നുമില്ല, എല്ലാവരും പുറത്താണ്. ഇനി പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് വരുന്നു. അടുത്ത മാസം ഡിസംബർ 9-ാം തീയതി അതിൻ്റെ കരട് പ്രസിദ്ധീകരിക്കുക. ഡിസംബർ 9-ന് കരട് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാവും. അപ്പം എൻ്റെ വീട്ടിൽ 2 ഫോം എൻ്റെ തന്നാൽ ഞാൻ ഒരു ഫോം ഫില്ല് ചെയ്ത്, 2 ഫോമും ഫില്ല് ചെയ്ത്, ഒന്ന് നമ്മൾ സൂക്ഷിച്ച്, ഒന്ന് BLOമാരെ ഏൽപ്പിക്കും. പലപ്പോഴും നമ്മുടെ ആശങ്ക എന്ന് പറയുന്നത്, മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഫോമൊക്കെ നമ്മൾ കൈ കിട്ടുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഫ്രിഡ്ജിൻ്റെ മേലെയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പെട്ടീൻ്റെ അടിയിലെങ്ങാൻ വെച്ച് അലസ്യമായി വെക്കാറുണ്ട് മുൻകാലങ്ങളിൽ. ഇതങ്ങനെ പോരാ. നിങ്ങളെ കയ്യിൽ കിട്ടുന്ന 2 ഫോമിൽ ഒന്ന് BLOമാർ ഏറ്റെടുത്തു, ഒന്ന് നിങ്ങളെ കയ്യിലാവുമ്പോൾ 2ലും BLO ഒപ്പിടും. ആ ഫോം നിങ്ങൾ നല്ല രീതിയിൽ ഒരു പാസ്പോർട്ടും അതേപോലെ ആധാറൊക്കെ വെക്കുന്ന പോലെ തന്നെ വളരെ ഭദ്രമായി സൂക്ഷിക്കേണ്ടത്. കാരണം ഡിസംബർ 9-ന് കരട് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു മാസക്കാലം, ഏകദേശം ജനുവരി അവസാനം വരെ നമുക്കിതിൻ്റെ പരാതി സമർപ്പിക്കാനുള്ള സമയമാണ്. പരാതി സമർപ്പിക്കാനുള്ള സമയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പരാതി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കും. ആരും പേടിക്കേണ്ടതില്ല. നമ്മുടെ കരട് വോട്ടേഴ്സ് ലിസ്റ്റ് നമ്മൾ ഡിസംബർ 9-ന് പരിശോധിക്കുന്നു. ഞാൻ ഈ 2 ഫോമിൽ ഒരു ഫോം BLOനെ ഏൽപ്പിച്ചു, ഒരു ഫോം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഡിസംബർ 9-ന് പരിശോധിക്കുമ്പോൾ എനിക്ക് വോട്ടില്ല. എന്നാൽ മേൽ അതോറിറ്റി ഇലക്ഷൻ ഓഫീസറുമായി നമുക്ക് സംബന്ധിക്കാനും എന്തുകൊണ്ട് എൻ്റെ വോട്ട് വന്നില്ല എന്ന് നമുക്ക് അന്വേഷിക്കാനും പരിശോധിക്കാനുമുള്ള തെളിവ് നമ്മുടെ കയ്യിലുള്ള ആ എന്യൂമറേഷൻ ഫോമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ വളരെ ഭദ്രമായി അത് വെക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ആദ്യം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീടുകളിൽ നമ്മുടെ ആളുകളോട് പറയുന്നത്. കാരണം ഈ 2 ഫോമിൽ ഒന്ന് ഭദ്രമായി സൂക്ഷിക്കുന്നു, ഒന്ന് BLOന് കൊടുക്കും. ഇവിടെ പ്രശ്നം, കുറേ ആശങ്കകൾ നമുക്കുള്ളത്, ചിലപ്പോൾ എൻ്റെ വീട്ടിൽ 6 ആളുണ്ടെങ്കിൽ ആദ്യം ചിലപ്പോൾ ഒരു 4 പേരെ എന്യൂമറേഷൻ ഫോമേ തന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഷാഫിക്ക് വോട്ട് ചെയ്ത വേറെ 2 ആൾ കൂടി ഉണ്ട്, എൻ്റെ മക്കളുണ്ട്, അവർക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പ്രയാസമാവും. നമുക്കറിയാം, അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഈ ഫോം വിതരണം ചെയ്യുന്നത് ആ കിട്ടുന്ന മുറയ്ക്കാണ്.
ചിലപ്പോൾ മക്കളുടെ വോട്ട് കുറച്ച് താഴെയാണ് ഉണ്ടാകുക. അപ്പോൾ അത് കിട്ടുമ്പോൾ അതും BLOമാരെ ഏൽപ്പിക്കും. അപ്പം നമുക്കതിൽ പ്രയാസമില്ല. നിങ്ങളുടെ എന്യൂമറേഷൻ ഫോമിൻ്റെ മുകളിൽ കൊണ്ടുതന്ന ആ BLOയുടെ പേരും നമ്പറും മുകളിലുണ്ടാവും. അത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അവരെ ബന്ധപ്പെടാം. എൻ്റെ വീട്ടിൽ 2 കൂടി തരാനുണ്ട്, അതുകൊണ്ട് അതുകൂടി കൊണ്ടുതരണം എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ബന്ധപ്പെടാനുള്ള വഴിയൊക്കെ അതിലുണ്ട്. അപ്പോൾ ഏതായാലും കൊണ്ടുതരും. അല്ലെങ്കിൽ റിയാസിനെ പോലുള്ള, റഫീഖിനെ പോലുള്ള, റിൻഷാനെ പോലുള്ള നമ്മുടെ പ്രവർത്തകന്മാരെ ബന്ധപ്പെട്ടാൽ അവർ BLOവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വീട്ടിലെ മുഴുവൻ എന്യൂമറേഷൻ ഫോമും എത്തിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകും. അതിൽ ആരും സംശയമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നു. അവിടെ ഒരു പ്രശ്നം മറ്റൊന്ന് ഫില്ല് ചെയ്യുമ്പോൾ ഉള്ളതാണ്. അതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മുടെ ഫോമിൽ 1-2 പ്രയാസം എന്ന് പറയുന്നത് 2002 ഇതിൻ്റെ വേല് ചെയ്യുന്നത്. അതായത് 2002 വെച്ചിട്ടാണ് നമ്മുടെ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്. 2025 ഡീറ്റെയിൽസ് ഒക്കെ മുകളിലുണ്ട്. അതിലാകെ നമുക്ക് എഴുതാനുള്ളത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ആധാർ നമ്പറും അതേപോലെ ഫോൺ നമ്പറും രക്ഷിതാവിൻ്റെ പേരും രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അതും, ഇനി പങ്കാളിയുടെ പേരും പങ്കാളിക്ക് എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അതും. അതാണ് ഏറ്റവും മുകളിൽ നമ്മളെല്ലാവരും ഫില്ല് ചെയ്യും. അതിൽ വേറെ സംശയമൊന്നുമില്ല. അതെല്ലാവരും ചെയ്യേണ്ടതാണ്. മേലെ പിന്നെ താഴെ 2 ഭാഗങ്ങളുണ്ടാവും, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ. അവിടെ നമ്മൾ ചെയ്യുന്നത് ഇടതുഭാഗത്ത് 2002 എനിക്ക് വോട്ടുണ്ടെങ്കിൽ 2002 വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇടതുഭാഗത്ത് ഫില്ല് ചെയ്യുന്നത്. അതിലാർക്കും സംശയമില്ല. 2002 എനിക്ക് വോട്ടുണ്ടെങ്കിൽ എൻ്റെ പേര്, ഒന്നാമത്തെ കളിയിൽ നമ്മൾ പേരൊന്നും എഴുതുന്നില്ല, പേര് നമ്മൾ അടിച്ചിട്ടാണ് അത് തരുന്നത്. ഒന്നാമത്തെ കളിയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാം ഫോം കണ്ടതാണ്. എൻ്റെ തീയതിയും അതേപോലെ ആധാർ നമ്പറും അതേപോലെ ഫോൺ നമ്പറും രക്ഷിതാവിൻ്റെ പേരും രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പറും പങ്കാളിയുടെ പേരും പങ്കാളിയുടെ എപ്പിക് നമ്പറും അതിലുണ്ടാവും. താഴെ ഇടതു ഭാഗത്ത് 2002 എനിക്ക് വോട്ടുണ്ടെങ്കിൽ അതിലാണ് എൻ്റെ പേര്, 2002 എൻ്റെ എപ്പിക് നമ്പർ. പലപ്പോഴും അത് 2002 ലിസ്റ്റ് നോക്കിയാൽ പലപ്പോഴും കാണില്ല. ചിലപ്പോൾ 2 അക്കോ 1 അക്കോ ഒക്കെ ഉണ്ടാവുള്ളൂ, പൂർണ്ണമായിട്ട് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് ലഭ്യമെങ്കിൽ എന്ന് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2002 എൻ്റെ എപ്പിക് നമ്പർ ചേർക്കുന്നു. പിന്നെ അതേപോലെ 2002 എൻ്റെ പേര്, 2002 എന്താണോ പേര് അത് ചേർക്കും. ചിലപ്പോൾ അതിൻ്റെ കൂടെ മുഹമ്മദ് അന്നുണ്ടായിരുന്നു, ഇന്നില്ലാത്ത നോക്കണ്ട. 2002 ഡീറ്റെയിൽസിൽ ആ എന്താണോ പേരുള്ളത് അത് കൃത്യമായി നമ്മൾ എഴുതുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ താഴെ നമ്മുടെ രക്ഷിതാവിൻ്റെ പേര്, നമ്മളും രക്ഷിതാവും തമ്മിലുള്ള ബന്ധം, അതേപോലെ ഏറ്റവും താഴെ നമ്മുടെ നിയോജക മണ്ഡലം. വടകരയാണെങ്കിൽ 17 017. അതേപോലെ നമ്മുടെ പാർട്ടി നമ്പർ, പിന്നെ സീരിയൽ നമ്പർ, നമ്മുടെ ക്രമ നമ്പർ, ഇതും കൂടി 3 എഴുതിയാൽ പണി കഴിയും. പിന്നെ താഴെ നമ്മൾ ഒപ്പിട്ട് അടിയിൽ BLO ഒപ്പിട്ട് അതുപോലെ ഒന്നും കൂടി ഇതേപോലെ ഫില്ല് ചെയ്താൽ ഒരാളെ പൂർത്തിയായി. വേറെ പുസ്തകമൊന്നും ഇതിലില്ല. അന്നേരം നമ്മളൊരു സാധനവും ആർക്കും കൊടുക്കണ്ട, എവിഡൻസ് ഒന്നും വേണ്ട. 12 എവിഡൻസ് പ്രൂഫ് പറയുന്ന അതൊന്നും വേണ്ട, അത് കഴിഞ്ഞു. വേറെ വിഷയമൊന്നും അതിലില്ല. ഇനി മേലെ ഫോട്ടോ ഒട്ടിക്കുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. വേണമെങ്കിൽ ഒട്ടിക്കാം, വേണ്ടെങ്കിൽ ഒട്ടിക്കണ്ട. അതിലുള്ള ഫോട്ടോ വളരെ മോശമാണ്, കൃത്യമല്ല, ക്ലിയർ അല്ല എന്ന് തോന്നിയാൽ എനിക്ക് എൻ്റെ ഫോട്ടോ വലതുഭാഗത്ത് ഫോട്ടോ ഒട്ടിക്കാനുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ ഒട്ടിക്കാം. അതുകൊണ്ട് ഫോട്ടോ നിർബന്ധമല്ല, അതൊരു പ്രയാസമില്ല. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി മേലെ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ ഫില്ല് ചെയ്യണം. താഴെ അടുത്ത ഭാഗത്ത് ഞാൻ എഴുതാൻ കാരണം എനിക്ക് 2002 വോട്ടുള്ളത് കൊണ്ടാണ്. എനിക്ക് 2002 വോട്ട് ഇല്ലെങ്കിലാണ് താഴെ വലതുഭാഗത്ത് എനിക്ക് എൻ്റെ ഉപ്പാക്കാണ് 2002 വോട്ടുള്ളതെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉപ്പാൻ്റെ പേര്, അതേപോലെ ഉപ്പാൻ്റെ എപ്പിക് നമ്പർ ആ സമയത്തുള്ളത്, ഉപ്പാൻ്റെ പേരിൻ്റെ നേരെ 2002 നേരെ ഉപ്പാൻ്റെ പേരുണ്ടാവും. ആരതാണോ പേരുള്ളത് അത് ഈ ഉപ്പാൻ്റെ പേരാണ് ഉണ്ടാകുക. ആ പേര് എഴുതുന്നു രക്ഷിതാവ്. പിന്നെ ബന്ധം, ഉപ്പയും ആ ഉപ്പാൻ്റെ രക്ഷിതാവും തമ്മിലുള്ള ബന്ധം താഴെ എഴുതുന്നു. ഇതേപോലെ വടകര മണ്ഡലത്തിൻ്റെ കോഡും അതേപോലെ പാർട്ട് നമ്പറും ക്രമ നമ്പറൊക്കെ എഴുതുന്നു, കഴിയുന്നു.
ഒരാൾ 2 ഭാഗം എന്തായാലും പൂരിപ്പിക്കേണ്ടി വരും. മേലെ എല്ലാവരും പൂരിപ്പിക്കണം. 2002 വോട്ടുള്ളവർ ഇടതുഭാഗത്ത് ഫില്ല് ചെയ്യണം. വോട്ടില്ലാത്തവരാണെങ്കിൽ താഴെ വലതുഭാഗത്ത് രക്ഷിതാവിൻ്റെ ഡീറ്റെയിൽസ് എഴുതുന്നു. അതോടെ കഴിഞ്ഞ പരിപാടി. അടുത്തതായി നിങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ വനിതാ ലീഗ് ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആബിദ ചോറോടിനെ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, ഇങ്ങനെ ഒരു പരിപാടി, ഇങ്ങനെ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കാനുണ്ടായ കാരണം നമ്മുടെ തിരഞ്ഞെടുപ്പ് അടുത്ത മാസമാണ്. അടുത്ത മാസം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു കുടുംബ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ധരിക്കുന്ന വസ്ത്രത്തിൽ പോലും രാഷ്ട്രീയം കലർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്പസ്വല്പം രാഷ്ട്രീയം നമ്മൾ വനിതകളും പഠിക്കേണ്ടതായിട്ടുണ്ട്. വനിതാ ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ചോറോട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വനിതാ ലീഗ് നല്ല ഒരു ശക്തിയുള്ള ഒരു പഞ്ചായത്ത് കമ്മിറ്റി തന്നെ നമുക്ക് പ്രവർത്തിക്കാനുണ്ട്. അത് മുൻകാലങ്ങളിലൊക്കെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ശാഖയായിരുന്നു കുരിക്കിലാടി ശാഖ. പക്ഷെ ഇടയ്ക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ അത് ചെറിയൊരു രീതിയിൽ മാറിപ്പോയ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ശക്തമായിട്ടുള്ള ഒരു കമ്മിറ്റി വരേണ്ടതായിട്ടുണ്ട്. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ശാഖയിലും നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അടക്കമുള്ളവർ ഇന്ന് ഉയർത്തിപ്പിടിച്ച് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ വനിതാ ലീഗിൻ്റെ കമ്മിറ്റിയാണ്. ആ വനിതാ ലീഗിൻ്റെ കമ്മിറ്റിയുടെ ശക്തി ഉണ്ടെങ്കിൽ ഏതൊരു മുസ്ലിം ലീഗ് കമ്മിറ്റിക്കും നല്ലൊരു ശക്തി ഉണ്ടാകും. കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക സംഘടനയാണ് വനിതാ ലീഗ്. ആ വനിതാ ലീഗിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് വാർഡല്ല, ബ്ലോക്കല്ല, നമുക്ക് ജില്ല വരെ കൈയടക്കാനുള്ള ഒരു ഉന്മേഷമുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഉത്സാഹമുണ്ടെങ്കിൽ നമുക്കെല്ലാം നമ്മുടെ വാർഡായാലും എല്ലാ കാര്യത്തിലും മുസ്ലിം ലീഗിനെ സഹായിക്കാനുള്ള ഒരു കരുത്തുണ്ടാകുന്ന വനിതാ ലീഗിൻ്റെ കമ്മിറ്റി ഇവിടെ ഇരിക്കുന്നതിൽ നിന്നും നമുക്ക് വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഈ SIR-നെ പറ്റി ഇസ്മായിൽ മാഷ് നല്ല രീതിയിൽ തന്നെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് വിശദീകരിക്കാൻ വേണ്ടി നമ്മുടെ അബൂട്ടി മാഷും നമ്മുടെ സദസ്സിലെത്തിച്ചേരുന്നുമുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് എനിക്കും അതിനെപ്പറ്റി അറിയില്ല. SIR-ൻ്റെ ഫോം ഫില്ല് ചെയ്ത് ഒരുപാട് ദിവസങ്ങളായി ഞാനും ഫില്ല് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ആശങ്കകൾ ബാക്കിയാണ്. കാരണം നമ്മുടെ പ്രവാസികൾ, അതേപോലെ നമ്മുടെ വളർന്നു വരുന്ന ആൾക്കാർ മാത്രമല്ല, ഒരുപാട് പേർ ഇപ്പം കൊണ്ടുതന്ന ലിസ്റ്റിൽ നിന്നും ഒഴിവായിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെ ഇതിൽ ചേർത്താൻ പറ്റും എന്നുള്ള ആശങ്കകൾ വരെയുണ്ട്. എല്ലാം ദൂരീകരിക്കാനുള്ള മാർഗം, ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു മാർഗമുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. എന്തായാലും ശക്തിയായിട്ടുള്ള ഒരു കമ്മിറ്റി നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായി ആശംസ അറിയിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട OM അസീസ് മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കുരിക്കാളി ശാഖ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകരുടെ വിളി കേട്ടുകൊണ്ട് നിങ്ങളിവിടെ വന്നത് എന്തെങ്കിലും ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അത് പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ നമ്മൾ ശിബൂട്ടി മാഷയുടെ പ്രസംഗം കൂടി കേൾക്കണം. അതുവരെ ഉള്ള ക്ഷമ നിങ്ങളുടെ ഭാഗത്തുണ്ടാകണമെന്ന് ആദ്യമായി ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്രയും മനോഹരമായ രീതിയിൽ ജനപങ്കാളിത്തത്തോടുകൂടി ഇങ്ങനെ ഒരു കുടുംബ സംഗമം നടത്താൻ തയ്യാറായ ശാഖാ മുസ്ലിം ലീഗ് കമ്മിറ്റിയെയും പോഷക സംഘടനയെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കൂടുതൽ സംസാരിക്കാനില്ല. ഇപ്പോൾ നമ്മുടെ വാർഡ് കമ്മിറ്റികൾ, ഇവിടെ വനിതാ കമ്മിറ്റി നിലവിൽ വന്നു. അതുപോലെ ഒരു വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയും നിലവിൽ വരാൻ പോവുകയാണ്. ഇപ്പോൾ പലർക്കും എന്താണ് വാർഡ് കമ്മിറ്റി, ശാഖാ കമ്മിറ്റി എന്ന് മനസ്സിലാകാത്തത് കൊണ്ട് അതൊന്ന് നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുകയാണ്. ഇപ്പോൾ കുരിക്കിലാടി ശാഖ എന്ന് പറയുന്നത് നമ്മളെ പഞ്ചായത്തിൻ്റെ 9, 10, 11 ഒരു ഭാഗം കൂടിയ ഒരു പ്രദേശമാണ്. വലിയ പ്രദേശമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങ് കിഴക്ക് കസ്തൂരിമുക്ക് മുതൽ നമ്മുടെ പടിഞ്ഞാറ് പാറക്കണ്ടി ഭാഗം വരെ വരുന്ന ഒരു പ്രദേശമാണ് കുരിക്കിലാടി ശാഖാ കമ്മിറ്റിയുടെ പ്രദേശം. അവിടെ 3 വാർഡുകളുണ്ട്. ഇപ്പോഴത്തെ വാർഡുകൾ എന്ന് വെച്ചാൽ 9, 10, 11 ഒരു ബൂത്തുമാണ്.
അതുകൊണ്ട് തന്നെ പ്രവർത്തനത്തിന് ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് വാർഡ് കമ്മിറ്റി വരുന്നത്. വാർഡ് കമ്മിറ്റി എന്നാൽ ഇപ്പോഴത്തെ 10 എന്ന് പറയുന്നത് ഇവിടെ നമ്മളിരിക്കുന്ന സ്ഥലം ഉൾപ്പെടുന്ന 10ാം വാർഡ്. 10ാം വാർഡ് എന്ന് പറയുന്നത് നമ്മുടെ അയ്യപ്പ മഠത്തിൻ്റെ ആ റോഡ് മുതൽ കുറ്റിക്കാട് UP സ്കൂളിൻ്റെ അതിലെ പോയി നമ്മളെ ഹൈസ്കൂൾ ഭാഗത്തു കൂടി പാറക്കണ്ടി ഭാഗത്ത് പോകുന്ന ഒരു പ്രദേശമാണ് 10ാം വാർഡ് എന്ന് പറഞ്ഞത്. ആ 10ാം വാർഡിലേക്കുള്ളൊരു കമ്മിറ്റിയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ കുറ്റിക്കാട് UP സ്കൂളിൻ്റെ തെരുവുൾപ്പെടെയുള്ള ഭാഗത്ത് ഒരു പുതിയ കമ്മിറ്റി വരണം, 9ാം വാർഡ് എന്ന രൂപത്തിൽ. അതുപോലെ നമ്മൾ കുറ്റിക്കാട് സൗത്ത് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു 11ാം വാർഡ് കമ്മിറ്റിയും വരേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോൾ 10ാം വാർഡിലെ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഒരു പാനൽ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, അത് ഇവിടുന്ന് പ്രഖ്യാപിക്കും. ഇനി ചില കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല, പക്ഷെ ഞാനൊരു ചോദ്യം നിങ്ങളിലേക്ക് അറിയാം. നിങ്ങൾ ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ് നിങ്ങളെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഔദ്യോഗിക രേഖകൾ, റേഷൻ കാർഡ്, പാൻ കാർഡ്, ആധാർ കാർഡ്, പിന്നെ ID കാർഡ്, വേറെ എന്തൊക്കെയുണ്ടോ ഔദ്യോഗിക കാർഡുകൾ എടുത്തു വെച്ച് നോക്കുക. അതിലെ പേരുകൾ പലരും പല വ്യത്യാസങ്ങളുണ്ടാവും. സാജിദ എന്നുള്ളത് ചിലപ്പോൾ സാജിദ് എന്നാണ് ഉണ്ടാവുക, അസീസ് എന്നുള്ളത് അബ്ദുൽ അസീസ് ഉണ്ടാവും ഒന്നിൽ. ഇങ്ങനെ എല്ലാവരുടെയും രേഖകളിൽ വ്യത്യസ്തമായ പേരുകൾ ഉണ്ട് എന്നുള്ള കാര്യം 100% അതും നമ്മുടെ സമുദായത്തിൻ്റെ ഇടയിലാണ് ഉള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മൾ അക്കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാറില്ല, നമുക്ക് കിട്ടുന്നത് ചെയ്യും. അപ്പോൾ ഓരോരുത്തരും നിങ്ങളുടെ ഔദ്യോഗിക രേഖകൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും എന്തായിരിക്കില്ല, ഒന്നായിരിക്കില്ല. അതിനെക്കൊണ്ട് ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരു പാസ്പോർട്ട് എടുക്കുമ്പോൾ അതിൻ്റെ 2 രേഖകൾ എടുക്കണം. ആ രേഖകൾ പരിശോധിച്ചാൽ രണ്ടിലും 2 പേരാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഉപ്പാൻ്റെ പേര് വേറെയായിരിക്കും, അല്ലെങ്കിൽ ഇനീഷ്യലി വേറെയായിരിക്കും. അപ്പോഴാണ് നെട്ടോട്ടോ ഇത് രണ്ടും ഒരാളാണെന്നുള്ളത് പോയി പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഇത് പോയി എഴുതി വാങ്ങണം 2 ആളാണ്. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ രേഖകളിലുണ്ട്. എല്ലാവരും ഇന്ന് പോയിട്ട് നിങ്ങൾ ഔദ്യോഗിക രേഖകൾ എടുത്തു വെക്കുക. എല്ലാത്തിലും ഒരേ പേരാണോ നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ഇപ്പം ലളിതമാണ്. പണ്ട് പേരൊക്കെ മാറ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമായി, തിരുവനന്തപുരമൊക്കെ പോയിട്ട് വരണം. ഇന്ന് കുറച്ചും കൂടി ലളിതമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം ഇന്ന് കാരണം എന്താണെന്ന് പറയുന്നത്, നമ്മളൊക്കെ ഇപ്പം ആസ്പത്രിയിൽ നിന്ന് പ്രസംഗിക്കുക. ചിലപ്പോൾ എന്തായിരിക്കും, ഉപ്പാൻ്റെ ആൾക്കാർ ഉപ്പാൻ്റെ ഉപ്പ ഗൾഫിലായിരിക്കും. അപ്പോൾ അതിൻ്റെ മുൻകൈ എടുത്തിരിക്കുന്ന ഉമ്മാൻ്റെ ആൾക്കാരായിരിക്കും. അഡ്രസ്സ് കൊടുക്കുക, ഉമ്മാൻ്റെ പേരായിരിക്കും അഡ്രസ്സ് കൊടുക്കുക. കുട്ടീൻ്റെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഉമ്മാൻ്റെ പേരും കൊടുക്കും, അതിൻ്റെ ഉമ്മാൻ്റെ വരൻ്റെ അഡ്രസ്സും കൊടുക്കും. ഇതായിരിക്കും. പിന്നെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇതെല്ലാം വേണ്ടിയത്. അപ്പം ഭർത്താവിൻ്റെ വീട്ടുകാർ അത് കൊടുക്കാണ്ട് നിന്ന് തർക്കമായിരിക്കും. അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തീരുമാനിക്കണം. പ്രസവിക്കാൻ പോകുമ്പോൾ ഈ കുട്ടിയുടെ അഡ്രസ്സ് ഏതാണ് കൊടുക്കുന്നത് ആദ്യം തീരുമാനം എടുക്കണം. കാരണം സ്ത്രീ പ്രസവിച്ചിട്ട് ഓരോന്നും ചോദിക്കാനാവില്ലല്ലോ. അപ്പോൾ ആദ്യം തീരുമാനം എടുക്കണം. അതിന് കുഴപ്പമൊന്നുമില്ല. തീരുമാനം ആര് അഡ്രസ്സ് ചേർക്കണം. അതായത് എൻ്റെ മകൾ പ്രസവിക്കുകയാണ്, ആ മകളെ കുട്ടിയുടെ അഡ്രസ്സ് ആരെ കൊടുക്കണം. അത് ഭർത്താവിൻ്റെ ആണ് കൊടുക്കേണ്ടത്, ഉപ്പാനാണ് കൊടുക്കേണ്ടത്. പലർക്കും അത് അജ്ഞതയാണ്. കാരണം എല്ലാം വേഗം കൊടുക്കാനും കൂടെ വരാൻ പോവുക. പ്രസവിക്കാൻ പോകുമ്പോൾ ഉമ്മയല്ല പോവുക, ഉമ്മാൻ്റെ വീട്ടിൽ നിന്നല്ല പ്രസവിക്കാൻ പോകുന്നത്. അപ്പോൾ ഉമ്മാൻ്റെ ആൾക്കാരാണ് പോവുക, വേഗം ആ അഡ്രസ്സ് കൊടുക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരുകൾ, ഉപ്പാൻ്റെ പേര്, ഉമ്മാൻ്റെ പേരൊക്കെ ധാരാളം മാറ്റങ്ങൾ. അഹമ്മദ്, അഹമ്മദ്, അബൂബക്കർ, ബോക്കർ, ഇങ്ങനെ ഒട്ടനവധി പോരായ്മകൾ നമ്മുടെ രേഖകളിൽ കാണാൻ കഴിയും. ഈ രേഖകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ പ്രയാസപ്പെടുന്നത്. ഇതും കയറി നമ്മൾ എന്ത് ചെയ്യണം, വില്ലേജ് ഓഫീസ് കയറണം, പഞ്ചായത്ത് ഓഫീസ് കയറണം, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് കയറേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രയാസങ്ങൾ അനുഭവിക്കാൻ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുക. അതെല്ലാം നേരാണെങ്കിലും ഒരു പുസ്തകമില്ല. അതുപോലെ നമ്മൾ ആധാർ രജിസ്റ്ററാക്കുമ്പോഴും പുസ്തകങ്ങളാണ്. അതിലും കൃത്യമായ പേര് കാണാം. ആധാർ കാർഡ് ഇപ്പം കൊടുക്കണം. ആധാർ കാർഡ് ചിലപ്പം അറിയപ്പെടുന്ന പേര് വേറെ ആയിരിക്കും. ഇങ്ങനെ നമ്മളെ രേഖകൾ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം, അത് കൃത്യമായി കൃത്യമായി അതിൻ്റെ വിവരങ്ങൾ ശരിയാണെന്ന് പരിശോധിക്കുക. എന്നിട്ട് അതൊക്കെ ഒരു ഫയലിൽ വെക്കുക. ആരൊക്കെ വന്നാൽ അന്നേരമാണ് നോക്കുക. റേഷൻ കാർഡിൽ അവിടെ വെച്ചിക്കല്ലോ, പടിയിൽ വെച്ചിക്കല്ലോ, സെൽഫിലേക്ക് വെച്ചിക്കല്ലോ, കാണില്ല. ഒരു അനിവേഴ്സറി വന്നാൽ നമുക്ക് ആധാർ നോക്കിയാൽ അന്നേരം ആധാർ നോക്കി എടുക്കുക. ഇങ്ങനെ വരുന്ന ആളുകളെ ബുദ്ധിമുട്ടി പോകും.
അപ്പോൾ അതേ ദിവസത്തിൽ നമ്മളൊരു ഫയലിൽ കൃത്യമായി വെച്ചാൽ അവർക്ക് ആവശ്യമായ രേഖകൾ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം ബാങ്ക് അക്കൗണ്ട് ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാവരും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ഇപ്പോൾ ഉള്ളത്. ഈ ബാങ്കിലും പുസ്തകങ്ങളുണ്ട്. നിങ്ങൾക്കൊരു ചെക്ക് വരുന്നു, ആ ബാങ്കിലെ പേര് വേറെയായിരിക്കും. നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും, ആധാർ പേര് വരെയായിരിക്കും. അപ്പോൾ അതും പുസ്തകങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഈ യോഗം കൊണ്ട് ഒരു എന്തെങ്കിലും ലക്ഷ്യമാണല്ലോ, ഒരു ഇൻപുട്ട് വേണം. നമ്മളൊരു ഇവിടെ കൂടിയിരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഇട്ടുണ്ടേ. അപ്പോൾ നിങ്ങൾ ഈ ചെറിയ ലളിതമായ രീതിയിൽ പറയുന്നത്, നമ്മുടെ രേഖകൾ, ഔദ്യോഗിക രേഖകൾ, റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക രേഖകൾ അതൊക്കെ പൂർണ്ണമായി ശരിയാണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, വിലയിരുത്തുക, പരിശോധിക്കുക. നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടുംബങ്ങൾ, മക്കളുടെ, നിങ്ങളുടെ ഭർത്താവിൻ്റെത്, നിങ്ങളുടെ ഭാര്യയുടേത്, അതുപോലെ നിങ്ങളുടെ സഹോദരി ആരൊക്കെ ഉണ്ട് ആ വീട്ടിൽ, ആ രേഖകൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. അത് പരിശോധിച്ച് എന്തെങ്കിലും ഞാൻ ഉറപ്പ് പറയുന്നു, ഈ ഒരു 8 രേഖകൾ എടുത്താൽ 8 രേഖകളിൽ 8 തരത്തിലുണ്ടാവുക. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസമായിരിക്കും. ആധാർ കാർഡ് ഡേറ്റ് ഓഫ് ബർത്ത് വേറെന്നായിരിക്കും. നമ്മൾ സ്കൂൾ സർട്ടിഫിക്കറ്റുമായി സർട്ടിഫിക്കറ്റ് വേറെ ആയിരിക്കും. അതുകൊണ്ട് പാസ്പോർട്ട് ഓഫീസിൽ പോയാൽ രണ്ടും മതിയാവില്ല. ആധാർ കാർഡ് വേറെ, സ്കൂൾ സർട്ടിഫിക്കറ്റ് വേറെ. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് പോലും എന്തല്ല, നമ്മളെ കൃത്യതയല്ല എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആ രേഖകൾ ഒരു സമയം കിട്ടുമ്പോൾ ഒന്ന് ഒത്തു നോക്കി അത് കൃത്യമാണെന്ന് പരിശോധിക്കേണ്ടത് വളരെ നിർബന്ധമാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഞങ്ങൾ ഇതുവരെ എന്ത് ചെയ്തു എന്നതിനെ പറ്റി ഒരു 2 വാക്ക് നിങ്ങളോട് പറയുക എന്നതാണ്. കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി വോട്ട് ചേർക്കലും വോട്ട് തള്ളിക്കലും മറ്റ് കാര്യങ്ങളുമായി പഞ്ചായത്തിൽ ഇങ്ങനെ നിരന്തരം കയറിയിറങ്ങുന്ന വ്യക്തികൾ എന്ന നിലക്ക് സങ്കടകരമായ ഒരു കാര്യം ഈ സദസ്സിനെ ഉണർത്തുകയാണ്. ഓരോരോ വീടുകളും കയറി വോട്ട് ചേർക്കണം, നിങ്ങളെ ആധാർ കാർഡ് വേണം, വോട്ട് ചേർക്കണം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ വിചാരിച്ചു, പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർ വിചാരിച്ചു, റഫീഖിൻ്റെയും റിയാസിൻ്റെയും ഒക്കെ പാർട്ടിയിലേക്ക് ഒരു വോട്ട് എന്നതായിരുന്നു ചിന്താഗതി. അന്ന് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ വോട്ട് ചേർക്കണം, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തോ എന്നതല്ലതാൽ നിങ്ങൾ വോട്ട് ആർക്കെങ്കിലും ചെയ്തോ, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വോട്ടർ പട്ടികയിൽ ചേർക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ആ ഉദ്ദേശം ഇപ്പോൾ മനസ്സിലായി. കാരണം 3 സമയം നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ സമയം തന്നിരുന്നു. ഈ അവസാന ഘട്ടവും 2 ദിവസം തന്നിരുന്നു. ഈ അവസാന ഘട്ടം 2 ദിവസം തന്നപ്പോൾ ഞാനും റിയാസൊന്നും ശരിക്കും ഉറങ്ങിയിട്ടില്ല. കാരണം ആ സമയത്ത് ഓരോരോ വീടുകളിൽ നിന്നും വിളിവരികയാണ്. എന്താണ് വിളിക്കുന്നത്? നിങ്ങളെ വോട്ടർ പട്ടികയിൽ ഞങ്ങളില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾക്ക് മനസ്സിന് ബേജാര തട്ടി. എന്താ കാരണോ? നമ്മൾ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ കാണുന്നു, നമ്മൾ പോകേണ്ടി വരും. എവിടെ പോകേണ്ടി വരും? ഇവിടെ വോട്ടർ പട്ടികയിലില്ലെങ്കിൽ നമ്മൾ പോകേണ്ടി വരും. ആ ഭയം നമ്മുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി. അപ്പം ലീഗിൻ്റെ റിയാസ് ആയാലും റഫീഖ് ആയാലും മറ്റേ റിൻഷാദ് ആയാലും ഒക്കെ വിളി വന്നു, വോട്ട് ചേർക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു വോട്ട് എന്നതിലപ്പുറം മുസ്ലിം ലീഗിൻ്റെ ഒരു കടമയുണ്ട്. ഞങ്ങൾക്കാരും ഒരു ശമ്പളം തന്നുകൊണ്ടല്ല 10-14 ദിവസങ്ങളോളം, ഒരു മാസക്കാലത്തോളം ഈ പഞ്ചായത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്തത് നമ്മുടെ സമുദായത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കും അല്ല റിയാസിനോ അങ്ങേയറ്റം പറഞ്ഞാൽ ഒരു വൈസ് പ്രസിഡന്റ്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആകാൻ ആവില്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് നമ്മുടെ സമുദായത്തിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചത്. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ വീടാന്തരം ക്ഷണിച്ചത്. മുസ്ലിം ലീഗ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഓരോരോ വീടാന്തരം കയറിയിറങ്ങിക്കൊണ്ട് നിങ്ങൾ ഈ കുടുംബ സംഗമത്തിന് വരണമെന്ന് ആരെങ്കിലും പറയാൻ കഴിയുമോ? ഇല്ല. ഇന്ന് നിങ്ങൾ അടുത്തേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം, അതിനാണ് അബൂട്ടി മാഷി ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം ലീഗിനെ പറ്റി, ലീഗ് എന്ത് ചെയ്തു എന്നതിനെ പറ്റി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത് കൂടുതലൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു ചെറിയൊരു കാര്യം കൂടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് സങ്കടകരമായ കാര്യം തന്നെയാണ്. കാരണം ലീഗുകാരൻ ഓരോരോ വീട്ടിലും വയറി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തരിക 150. പ്രവാസികളുടെ ഭാര്യമാർ ശരിക്ക് കേട്ടോ. കാരണം ഞങ്ങൾ കയറി വന്നാൽ 150 തരുക. പക്ഷേ ഇവിടെയുള്ള മറ്റ്
മറ്റ് കക്ഷികൾ വരുമ്പോൾ എടുത്തു കൊടുക്കുമ്പോൾ ഒന്ന് ഓർമ്മിച്ചോ, നിങ്ങളുടെ പ്രവാസികളായ ഓരോരുത്തരെയും വോട്ടുകൾ ഇവിടെ തള്ളിച്ചത് ഇവിടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ് എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞങ്ങൾ ചോദിച്ചപ്പോൾ 39 വോട്ടുകളോടും പഞ്ചായത്തിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുക. എന്തിന്റെ പേരിൽ? ഇവിടെ പ്രവാസികളായി പോയതിന്റെ പേരിൽ. പ്രവാസികൾക്ക് വോട്ടവകാശം നിഷേധിക്കാൻ, പ്രവാസികൾ വന്നു കഴിഞ്ഞാൽ, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങി വരുന്ന പിരിവ് വാങ്ങാൻ, എന്നിട്ടോ അവരുടെ വോട്ട് തളിക്കാൻ മുൻപന്തിയിൽ നിന്നതോ, അതൊന്ന് മനസ്സിലാക്കുകയും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി ബഹുമാന്യനായ OP മുസാജി അവരെ ക്ഷണിക്കുന്നു. ഇപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട റഫീഖ് അല്ലെങ്കിൽ റിയാസ്, ഞാൻ വിചാരിച്ച അവയ്ക്കൊക്കെ പഞ്ചായത്ത് പണിയിട്ടിരിക്കുന്നില്ല. കാരണം ഞാൻ രാവിലെ കടയിൽ പോയാൽ 7 മണിക്ക് വാട്സപ്പ് തുടങ്ങുമ്പോണ്ടാവും ഒരു ബുക്കും കൊണ്ട് റഫീഖ് മേലെ നിന്ന് താഴെ കീഴ് വരുന്നത്, റിയാസ് ഉണ്ടാവും അപ്പുറത്ത് നിന്ന് കീഴ് വരുന്നത്. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ വിചാരിച്ചത് ഇവർക്ക് രണ്ടാക്കും പഞ്ചായത്ത് പണിയിട്ടിരിക്കുന്നില്ല. കാരണം അത്ര പോലും ഇവർ മെനക്കെട്ടിക്കുന്നുണ്ട്. ഇവർക്കല്ല ഇവരെ സഹപാഠികളും. ഇപ്പോൾ റഫീഖ് പറഞ്ഞത് തന്നെ പറയാം. റഫീഖ് പറഞ്ഞ കാര്യം, നിങ്ങൾ പിരിവിൻ്റെ കാര്യം, 59 വോട്ടാണ് നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെ ഭർത്താക്കന്മാരുടെയും തള്ളിച്ചത്. ആര് തള്ളിച്ചു? ഇവിടെ നിങ്ങൾ പൈസ കൊടുക്കുന്ന ആളാണ് നിങ്ങൾ തള്ളിച്ചു. ഒരു ബോട്ടിന് 350 ഉറുപ്പ്യാണ്. ഒരു പ്രവാസിയുടെ ബോട്ട് തളിച്ചാൽ 350 ഉറുപ്പ്യാണ് ഇടതുപക്ഷം കൊടുക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതാരെ പൈസ? നമ്മളെ പൈസ. അതുകൊണ്ട് 59 വോട്ടും തള്ളി ഇവിടെ അവർ കുരുക്കിലാൾ കണ്ടപ്പോൾ ഉളുപ്പില്ലെന്ന് ചോദിച്ച ആളാണ് നമ്മൾ ഖജാൻജി നൗഷാദ് പച്ചയിൽ. അന്ന് ഞാൻ പറഞ്ഞതെന്ന് അറിയാം, അത് ഞാനല്ല മറ്റൊരാ തിരിച്ചെല്ലാം മറിച്ചവരാണ്. എന്നിട്ട് എന്ത് ചെയ്ത് ഈ പ്രവാസികളെ, ഈ വോട്ട് തള്ളിച്ച ആളുകൾ തന്നെ പ്രവാസികളെ വിളിച്ച് പിന്നെ ഞാനല്ല തള്ളിച്ചു എന്നും പറഞ്ഞാൽ അവർക്ക് പേടിയായി, വിഭ്രാന്തമായി. ഞാൻ പറഞ്ഞില്ല, മോശം എടുക്കുന്നുണ്ട്, ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം സങ്കടമുണ്ട് നിങ്ങളെ പിരിവ് കൊടുക്കുന്ന കാര്യത്തിൽ. ഞങ്ങൾ ഓഫീസെടുത്ത് ഞങ്ങൾ പിന്നെ അന്ന് കുറ്റിയിടുമ്പം ആരിനടുത്ത് തങ്ങൾ ചോദിച്ചു ഇതെപ്പാണ് എടോ കുട്ടികളെ ഇത് ഉദ്ഘാടനം ചെയ്യാത്തുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനന്ന് ഇതിൻ്റെ ചെയർമാനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് 3 മാസം കൊണ്ട് ഞാൻ ഈ പണി കഴിച്ച് തീർക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതിഗംഭീരമായ മഴയും സാമ്പത്തികവും നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് തന്നെ നമുക്ക് പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇൻഷാ അല്ലാഹ് ഡിസംബർ മാസം നമ്മുടെ ഓഫീസിൻ്റെ പണി നമ്മൾ തീർക്കുന്നതായിരിക്കും. അതിൻ്റെ 90% പണിയും കഴിഞ്ഞിട്ടുണ്ട്. 60,000 രൂപയുടെ പെയിൻറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. കൂലി കൊടുക്കാൻ ഞങ്ങൾ ഇല്ലേച്ച് ഇത്തരം കുട്ടികൾ 3,333 രൂപ തന്ന് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സഹായത്തിന് നമ്മൾ പറയുന്നില്ല, കുടുംബസംഗമത്തിന് വന്നാണ് സഹായമൊന്നും നമ്മൾ നിങ്ങൾ ആരോടും പറയുന്നില്ല. ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് ഇപ്പം അടുത്ത് തന്നെ ചെയ്യണം. അതിൻ്റെ ഓഫീസിൻ്റെ സ്ഥലം തന്നത് ബഹുമാനപ്പെട്ട ഈ വീട്ടുകാരൻ PK ഇബ്രാഹിം ഇബ്രാഹിം പൈസ തന്നു കൊല്ലുമെന്ന് എനിക്ക് ഓർമ്മയില്ല, വെറുതെ തന്നതോ പൈസക്ക് തന്നതോ എനിക്ക് ഓർമ്മയില്ല. 1.5 കൊല്ലം കഴിഞ്ഞത് മെമ്മറി ഓർമ്മയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ പ്രവർത്തനം കണ്ടിട്ട് റഫീഖ് ഭായിയുടെയും റിയാസ് ഭായിയുടെയും പ്രവർത്തനം കണ്ടിട്ട് ഇവിടെയുള്ള പല ആളുകളും എന്നെ വിളിച്ചിട്ടുണ്ട്. മെഞ്ഞാന്നൊക്കെ എന്ത് സൗകര്യം വേണമെങ്കിലും എന്നെ വീട്ടിൽ ചെയ്യാമെന്ന്. ഞാൻ പറയാം, ബനേബത്ത് ഇബ്രാഹിക്ക, KP കുഞ്ഞോദാജി, അങ്ങനത്തെ പ്രമുഖന്മാർ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും സഹായം വേണമെന്നുള്ളത്. ഞാൻ സഹായത്തിന് പറഞ്ഞില്ല, ഇങ്ങോട്ട് ചോദിച്ചാണല്ലോ, സഹായത്തിന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഓഫീസിൻ്റെ പണി നമുക്ക് പൂർത്തിയാക്കണമെങ്കിൽ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ബൂട്ടി ശിവരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പക്ഷെ നമുക്ക് ബേജാർ എവിടെയാണ്? നമ്മുടെ ആധാർ കാർഡ് ഗ്യാസുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ആധാർ കാർഡ് റേഷൻ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ആധാർ കാർഡ് മുഴുവൻ ബാങ്ക് അക്കൗണ്ടുമായിട്ടാക്കി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനനായ രാഹുൽ ഗാന്ധി പറഞ്ഞു ജ്ഞാനേഷ് കുമാറിനോട്, നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറോട്, നമുക്ക് ഈ ആധാർ കാർഡ് വോട്ടർ ID-യുമായി ബന്ധിപ്പിച്ചാൽ നല്ലതല്ലേ? എന്നാൽ പിന്നെ ഇന്ത്യയിൽ ഒരാൾക്കൊരു വോട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ഒരാൾക്കൊരു വോട്ടല്ലേ ചേർക്കാൻ പറ്റുള്ളൂ? അങ്ങനെ ചോദിച്ചപ്പം മൂപ്പർ അതിന് നിൽക്കാതിരിക്കാൻ കാരണം മോഡി അമിത്ഷാ അതിന് വിടണില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അവിടെ ഒരു ദുരൂഹത നമ്മൾ കാണുകയാണ്, എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയാണ്.
അതിന് ബലം നൽകുന്ന ഒന്നായിരുന്നു ബീഹാറിൽ ആ സംഗതി വന്നപ്പോൾ 65 ലക്ഷം പേര് പട്ടികക്ക് പുറത്തായി. വോട്ട് ചേർക്കാൻ അവസരം കൊടുത്തു. ചേർക്കാൻ അവസരം കൊടുത്തപ്പോൾ പറഞ്ഞു, വോട്ട് ചേർക്കുമ്പോൾ നിങ്ങളെ രേഖകൾ ഹാജരാക്കണം. ബീഹാറിലെ പട്ടിണി പാവങ്ങൾ, സാധുക്കളായ മനുഷ്യർ, നമ്മളെപ്പോലെ അവർ വലിയ പ്രയാസം അനുഭവിക്കുന്ന പാവങ്ങളാണ് കൂടുതലും. അവരോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്താ രേഖയുള്ളത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ റേഷൻ കാർഡുണ്ട്, ഞങ്ങൾക്ക് ആധാറുണ്ട്, ഞങ്ങൾക്ക് വോട്ടേഴ്സ് ID കാർഡുണ്ട് പഴയത്. അതൊന്നും പറ്റൂല, അതൊന്നും കണക്കൂട്ടൂല. അതൊന്നും കൂട്ടൂല എന്ന് പറയില്ലേ, അതൊന്നും കൂട്ടൂല. പിന്നെ എന്നാ വേണ്ടത്? നിങ്ങൾ ജനന സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ജനിച്ചത് എവിടെയാണെന്ന് അറിയാത്ത സാധുക്ക് കേടുന്ന ജനന സർട്ടിഫിക്കറ്റ് ഇട്ട് നമ്മളോട് ചോദിച്ചാൽ പുതിയ തലമുറയ്ക്കെല്ലാം ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. ആശുപത്രി ജനിച്ചാൽ നമ്മളറിയാതെ സ്പോണ്ടേനിയസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും രജിസ്റ്റർ ചെയ്തിട്ട് കോർപ്പറേഷൻ രജിസ്റ്റർ ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അക്ഷയയിൽ പോയാൽ നമുക്കത് കിട്ടും. കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൊണ്ടുവന്ന് അക്ഷയുണ്ട്, അവിടെ പോയി പറഞ്ഞാൽ മതി. മനസ്സിലാവണില്ല? അപ്പോൾ എന്താണ്, അവിടെ അങ്ങനത്തെ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അയ്യോ നമ്മളെ കയ്യിൽ ജനന സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലേ അപ്പാ എന്ന് വന്നപ്പോൾ നിങ്ങൾ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണത്. SLC ബുക്ക് 1-ാം ക്ലാസ്സിൽ പഠിക്കാത്തവനെങ്ങനെയാണ് 10-ാം ക്ലാസ്സിലെ SLC ബുക്ക് ഹാജരാക്കുക? അവർ പറഞ്ഞു, അയ്യോ അതൊന്നും നമ്മളെ കയ്യിൽ, നമുക്ക് സംഗതി എന്നാന്ന് തന്നെ അറിഞ്ഞൂടെ, ക്യാഹേ എന്ന പോലെ ചോദ്യം, അതൊന്ന് പറഞ്ഞാൽ അന്നാണ്. അപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ മെട്രിക്കുലേഷൻ പാസ്സായത് വേണ്ട, നിങ്ങൾ തോറ്റത് മതി. പരീക്ഷ എഴുതാണ്ട് എങ്ങനെയാണ് തോക്കുക? തോക്കാനും പരീക്ഷ എഴുതണ്ടേ? ആ സാധുക്കൾ പരീക്ഷ എഴുതിയിട്ടില്ല. അങ്ങനെയൊക്കെ ആയപ്പം പ്രശ്നമായി. 65 ലക്ഷം വോട്ടർമാർ പടിക്ക് പുറത്തു നിൽക്കുന്നു. വല്ലാത്ത പ്രയാസം. തിരഞ്ഞെടുപ്പ് വരുന്നു. എന്തപ്പോൾ ചെയ്യുക? വെപ്രാളമായി, ബേജാറായി, പരക്കം പാച്ചിലായി. കോടതിയോട് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു പിന്നെ അവരുടെ കയ്യിൽ എന്താ ഉള്ളത്? റേഷൻ കാർഡും ആധാറും ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്തോളി. ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ അത് മതിയായ രേഖയാണെന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞു. കുറേ ആൾ വോട്ട് ചേർക്കാൻ പറ്റിയില്ല. ഈ കഴിഞ്ഞ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കുറേയൊക്കെ വോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് റിസൾട്ട് വന്നപ്പോൾ 203 സീറ്റും വാങ്ങിയിട്ട് ആര് ജയിച്ചു? BJP ജയിച്ചു. നമ്മളത് കാണേ. അപ്പോൾ അങ്ങനെ ചില കുരുക്കുകളുണ്ടോ ഇതിനകത്ത് എന്നതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് SIR ചർച്ചയായത്. പക്ഷെ ഏറ്റവും ശുഭോദർക്കമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? SIR വിഷയത്തിൽ നമ്മളെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാനും നമ്മളെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ തെളിയിക്കേണ്ടത് നമ്മൾ ഇന്ത്യൻ പൗരന്മാരല്ല എന്നാണ്. നമ്മൾ തെളിയിക്കേണ്ടത് നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് എന്നാണ്. എല്ലാം കൊണ്ടും തെളിയിക്കാൻ എളുപ്പം നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യൻ പൗരന്മാരല്ലെന്ന് തെളിയിക്കാൻ ഒരാൾക്കും പറ്റാത്ത വിധം വളരെ വ്യക്തവും സുദൃഢവുമാണ് നമ്മുടെ ഐഡൻറ്റിറ്റി കേരളക്കരയിൽ. ഇനി ചോദ്യം, എങ്ങനെ ഉണ്ടായി ആ ഐഡൻറ്റിറ്റി എന്നുള്ളതാണ്. എങ്ങനെയാണ് SIR എന്ന് പറയുമ്പോൾ നാടുകൾ തോറും കവരകൾ തോറും ബോധവൽക്കരണ ക്ലാസുകൾ, എല്ലായിടങ്ങളിലും ഹെൽപ്പ് ഡെസ്കുകൾ, വോട്ട് ചേർക്കാൻ ആളുകൾ പരക്കം പാച്ചിൽ, പള്ളിയിൽ ചർച്ച, മദ്രസയിൽ ചർച്ച, മസ്ജിദിൽ ചർച്ച, മക്തബിൽ ചർച്ച. എങ്ങനെ ചർച്ച വന്നു? ചർച്ച വരാനുള്ള കാരണം നമുക്കൊരു ബോധം ഉണ്ടായി എന്നുള്ളതാണ്. ആരായി ബോധം ഉണ്ടാക്കിയത്? ആരാണ് ഈ ബോധം നമ്മളിൽ സന്നിവേശിപ്പിച്ചത്? ഈ രാഷ്ട്രീയ അവബോധത്തിൻ്റെ അമിനോ ആസിഡ് നമ്മുടെ മനോമുഖരത്തിൽ കുത്തിവെച്ച സംഘശക്തിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ബോധം നമ്മുടെ തലമുറകൾക്ക് നമ്മൾ പകർന്നു നൽകണം. ഞാനിപ്പോൾ മുന്നോട്ട് നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ സ്ത്രീകളെമ്പാടുമുണ്ട്, പ്രായമുള്ള ആൾക്കാരുണ്ട്, കുട്ടികളും ചെറുപ്പക്കാരും കാണണില്ലേ. എന്തേ പ്രശ്നം? അവരിപ്പോഴും തോണ്ടുകയാണ് വാട്സപ്പിൽ, അവരിപ്പോഴും വിളിക്കുകയാണ്, ചാറ്റ് ചെയ്യാൻ ഒരു ഫോണിലാണ്, ഒരു മായാലോകത്താണ്. എല്ലാ കാലമൊന്നും അങ്ങനെ ഫോണിരിക്കാൻ പറ്റും എന്ന് വിചാരിക്കേണ്ടെന്ന് ഓരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവരുടെ കണ്ണിൽ നോക്കി നിങ്ങൾ രാഷ്ട്രീയം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതിന് നിങ്ങൾ കൃത്യമായിട്ട് രാഷ്ട്രീയം അറിയണം. നമ്മൾ ഈ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ആരും വെള്ളിത്തെളിയിൽ കൊണ്ടുവന്നു തന്നതല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു 10-60 വർഷം മുമ്പേ നമ്മുടെയൊക്കെ വീടുകളിലെ പോസ്റ്റ്മാൻ വരും. ഞാൻ ആമുഖം അധികം പറയണില്ല, കാരണം സമയം വളരെ കുറവാണ്. അസ്ർ നിസ്കരിച്ച് മഗ്‌രിബിലേക്ക് പോവാണ്. അസ്ർ നിസ്കരിക്കാത്ത ആളും കൂട്ടത്തിൽ കാണും അല്ലേ? ഒരു പ്രശ്നമാണ്. നിസ്കരിച്ചാൽ എന്നാൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കാരണം നിസ്കരിക്കാതെ എന്നിട്ട് അതിൻ്റെ അടി കൂടെ എനിക്ക് കൊള്ളാൻ കഴിയില്ല. അവിടെ നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്നറിയോ, ഒരു 60 വർഷം മുമ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ പോസ്റ്റ്മാൻ കത്തും കൊണ്ടുവരും. എന്നിട്ട് വിളിക്കും, പാത്തുട്ടിത്ത, ഓ ഇങ്ങൾക്കൊരു കത്തുണ്ടേനു. ആ നിസ്സംഗമായവരെ. ആ എന്തിനാ, എന്തുകൊണ്ടാണ് നിസ്സംഗമായ? ആ പാത്തുട്ടിത്തേക്ക് കത്ത് വായിക്കാൻ അറിയില്ല, അക്ഷരം അറിയില്ല. മഹാനായ CS ഭാഷയിൽ പറഞ്ഞാൽ
തളിരൊളിക്കരളിൻ്റെ തൂവെള്ളക്കടലാസിൽ തറ എഴുതി ഭാവിതൻ തറ പണിയാൻ മറന്നുപോയവർ, അറബി മലയാളം കൊണ്ട് അപ്പം ചുട്ട് കളിച്ചവർ, ഇംഗ്ലീഷ് ഭാഷയെ ഹറാമായി പ്രഖ്യാപിച്ചവർ, മലയാളം പഠിക്കരുത് തിട്ടൂരം കൊടുത്തവർ, അറബി മലയാളമല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന് തീർപ്പിച്ച് പറഞ്ഞവർ, അറബി മലയാളം എഴുതിയ ഒരു കഷ്ണം കടലാസ് ഭൂമിയിൽ നിന്ന് കിട്ടിയ എടുത്തിട്ട് ഭവ്യതയോടെ കീശയിൽ വെക്കുന്നവർ. അതായിരുന്നു ഒരു 60 വർഷം മുമ്പേയുള്ള നമ്മുടെ തലമുറ. ആ ആളുകൾക്കിടയിൽ കത്തും കൊണ്ട് വന്നാൽ ഭർത്താവിൻ്റെ കത്തുകൾ റങ്കൂണെന്നോ സിലോണെന്നോ ബർമേന്നൊക്കെ അയച്ച് ഭർത്താവ് അയച്ച കത്താണ്. പോസ്റ്റ് വേം വന്ന് കത്ത് പാത്തൂട്ടിക്ക് കൊടുത്തു. പാത്തൂട്ടിത്തെ കത്തുമലിനെ കീറി കത്തിനടിയിൽ അതിനിടയിൽ 20 ഉറുപ്പ്യുണ്ട്. ആ 20 ഉറുപ്പ്യ മെല്ലൻ എടുത്തിട്ട് കോന്തലയിൽ തിരികെ, എന്നിട്ട് കത്തും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് ആര്? പാത്തൂട്ടിത്ത. കുറുക്കനും കാരാമനെ കിട്ടിയ പോലെ. എന്തപ്പോൾ ചെയ്യേണ്ടത്? വായിക്കാനറിയില്ല. പാത്തൂട്ടിത്താക്ക് അക്ഷരങ്ങൾ ചിത്രങ്ങൾ മാത്രമാണ്. ഇന്നങ്ങനെയല്ല കേട്ടോ, മാറ്റൊരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാം എങ്ങനെ വന്നു ഈ മാറ്റമെന്ന്. മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. മാറ്റം വന്ന വഴി പറഞ്ഞ് അവരെയും കൂടെ ബോധവൽക്കരിക്കണം, അവരെയും രംഗത്തിറക്കണം, അവരിലും രാഷ്ട്രീയം സന്നിവേശിപ്പിക്കണം. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഖായിദെ മില്ലത്തിൻ്റെ ഇസ്മായിലിയൻ ദർശനം സന്നിവേശിപ്പിക്കുമെന്ന ദൃഢപ്രതിജ്ഞയെടുത്ത് വേണം ഈ പന്തൽ വിട്ടുപോകാൻ. അത് പറയാനാണ് ഞാൻ വന്നത്. പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? പ്രശ്നമില്ലല്ലോ, ബോക്സ് പ്രശ്നമില്ലല്ലോ. അപ്പോൾ എന്താ അറിയോ, അങ്ങനെ പോസ്റ്റ്മാൻ പോവില്ല. അയാൾ അവിടെ ഇങ്ങനെ നിൽക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. ബറ്റുള്ള കൈ കൊണ്ട് കോയിനെ തെളിച്ച പോലെ പോസ്റ്റ്മാൻ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും. പാത്തൊട്ടിത്ത് എവിടെയും പോകേണ്ടതിന് കത്തും കൊണ്ട് നിൽക്കുകയാണ്. അപ്പുറത്തോട്ട് ഒരു ആൾ പോകുന്നുണ്ട്, അയാളങ്ങ് പോട്ടെ. ഇപ്പത്തോട്ട് ഒരാൾ പോകുന്നുണ്ട്, അയാളങ്ങ് പോട്ടെ. എല്ലാവരും പോയി. രംഗം ശാന്തമായപ്പോൾ തളം കെട്ടി നിൽക്കുന്ന ശ്മശാന മുഖതയെ ഭേദിച്ചുകൊണ്ട് പാത്തുട്ടിത്തെ വിളിക്കുകയാണ്. പ്രതീക്ഷിച്ച വിളി. മോനെ, ഓ എൻ്റെ കുട്ടിക്ക് തിരക്കുണ്ടാ പോകേ? ഇല്ലേ പാത്തുട്ടിത്, എന്തേ? എൻ്റെ കുട്ടി ഈ കത്തിങ് വായിച്ചാളാ. ഭർത്താവ് എഴുതിയ കത്ത് ഭാര്യയ്ക്ക് വായിച്ചു കൊടുക്കുന്നത് തെക്കുന്ന് വന്ന് എങ്ങാണ്ടെന്നോ വന്ന ഒരു പോസ്റ്റ്മാനാണ്. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കുറ്റം നമ്മുടേതാണ്. അങ്ങനെ അയാൾ കത്ത് വാങ്ങി കത്ത് വായിക്കാൻ തുടങ്ങി. പാത്തുട്ടി, അസ്സലാമു അലൈക്കും, നിനക്ക് സുഖം തന്നെയല്ലേ? അല്ലേ? അന്ന് അങ്ങനെ ഉണ്ട്. ബി വബില്ലാഹി തൗഫീഖ്. ബി എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാ അല്ലേ? എന്നിട്ട് വബില്ലാഹി തൗഫീഖ്, അള്ളാഹിൻ്റെ തൗഫീഖോട് എഴുതുകയാണ് ഞാൻ. ഇതൊക്കെ വായിച്ചു കൊടുക്കുകയാണ്. അയാളെങ്ങനെ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, അറബിയൽ വലിയ പ്രശ്നമാണ്. അയാൾക്ക് വബില്ലാഹി എന്നും പറയാൻ കഴിയില്ലേ? അങ്ങനെ വായിച്ച് പാത്തുട്ടി സുഖം തന്നെയല്ലേ? പിന്നെ വീട്ടിലാരൊക്കെ ഇപ്പം കുട്ടികളൊക്കെ അവിടെ ഉണ്ടോ? പിന്നെ നടുവേനങ്ങുണ്ട്, കാലുവേനങ്ങുണ്ട്, ഒക്കെ വായിച്ച് വന്ന് കത്ത് തൂർന്നു. പാത്തുട്ടി ഇങ്ങനെ തൻ്റെ പെരുവിരൽ കൊണ്ട് മണ്ണിൽ കളം വരച്ച് തൻ്റെ ഭർത്താവിൻ്റെ പുരതവൻ്റെ കത്ത് കേൾക്കുകയാണ്. അങ്ങനെ കേട്ട് കത്ത് തീർന്നു. ആ സമയത്താണ് പോസ്റ്റ്മാൻ്റെ മനസ്സിൽ ഒരു ബൾബ് കത്തുന്നത്. അയാൾ കണ്ടിട്ടുണ്ട് 20 ഉറുപ്പ്യ കോന്തലയിൽ തിരികെ വെക്കണത്. ഉടനെ അയാൾ പറയാണ്, കത്ത് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ പാത്തുട്ടിത്താ, ഇപ്പുറത്തുണ്ടേനും കേട്ടാ. എന്നിട്ട് വായിക്കുകയാണ്. പിന്നെ പാത്തുട്ടിയെ, ഞാൻ ഈ കത്തിൻ്റെ ഒപ്പം ഒരു 20 ഉറുപ്പ്യ കൊടുത്തു വിടുന്നുണ്ട്, അത് ഒരു 5 ഉറുപ്പ്യ പോസ്റ്റ്മാന് കൊടുക്കണം, ഓനൊരു പാവാണ് എന്ന്. പച്ചക്കള്ളമാണ്. അങ്ങനെ ഒരു സംഗതി ആ കത്തിനകത്തില്ല. അതാര് വായിക്കാണ്? പോസ്റ്റ്മാൻ വായിക്കാണ്. പാത്തുട്ടി ഡിസപ്പിയേർഡ്. പാത്തുട്ടിത്ത അപ്രത്യക്ഷയായി. പോസ്റ്റ്മാൻ പറയാണ്, ഈ സമയം അത്ര ഞാൻ കത്ത് വായിക്കുമ്പോൾ പെണ്ണുങ്ങൾ വെള്ളം ഇറക്കി അവിടെ നിന്ന് പൈസൻ്റെ കാര്യം പറഞ്ഞ പെണ്ണുങ്ങൾ പോയ പോക്ക് കണ്ടാണ്. പാത്തുട്ടിത്ത മുങ്ങിയതല്ല, നേരെ അടുക്കളയിൽ പോയിട്ട് പള്ളി കൊടുക്കാൻ അരിയിട്ട് വെക്കണ കലത്തുനിന്ന് 5 ഉറുപ്പ്യ എടുത്തിട്ട് ഭവ്യതയോടെ ആർക്ക് കൊണ്ടെടുത്തു? പോസ്റ്റ്മാൻ കൊണ്ടെടുത്തു. പോസ്റ്റ്മാൻ അത് വാങ്ങി കീശയിലിട്ടിട്ട് ഒരു ചിരിയുണ്ട്. എൻ്റെ നാട്ടിലെ ചിരിക്ക് ആക്കിയ ചിരി എന്നാ പറയാ. ഇവിടെ എന്നാ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ചിരി ഇങ്ങനെയാണ്. ഇച്ചിരി ശരി, നിങ്ങൾ എന്തുകൊണ്ട് ലീഗാവണം? ഞാൻ എന്തുകൊണ്ട് ലീഗായി? ഈ ആളുകളൊക്കെ എന്തുകൊണ്ട് ലീഗായി എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവുണ്ട്. ആ ചിരിയുടെ ആഴവും പരപ്പും മുസ്ലിം ലീഗ് തിരിച്ചറിഞ്ഞു. മനസ്സിലായി? ആ ചിരിയുടെ ആഴവും പരപ്പും ഈ പാർട്ടി തിരിച്ചറിഞ്ഞ് മാനം മര്യാദയ്ക്ക് ഇനിയാരും അങ്ങനെ ചിരിക്കാതിരിക്കാൻ നമ്മൾ പണിയെടുത്തപ്പോൾ നമ്മൾക്ക് അഭിമാനകരമായ അവസ്ഥാവിശേഷം ഉണ്ടായി. നമ്മൾ അഭിമാനത്തിൻ്റെ നെറുകയിൽ കസേല വിരിച്ചിട്ട് കാലും മക്കാലും വെച്ചിരിക്കണ അവസ്ഥയുണ്ടായി. നമുക്ക് ഈ സൗഭാഗ്യങ്ങൾ അത്രയും കൊണ്ടുവന്നു തന്നത് ഈ പാർട്ടിയാണ്. അത് മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കാരണം എന്താണ്? വല്യാപ്പാൻ്റെ കയ്യും പിടിച്ചിട്ട് പോളിംഗ് ബൂത്തിൽ മോളക്കുട്ടി പേരക്കുട്ടി വോട്ട് ചെയ്യാൻ പോകണം. അവിടെ പോയിട്ട് വോട്ട് ഓപ്പൺ പൊട്ടണം. വോട്ട് ചെയ്യാൻ തരം വല്യാപ്പ പറയാണ്, എടാ നീ എൻ്റെ വോട്ട് ചെയ്യണ്ട, നീ ഏണിക്ക് ചെയ്യൂല, പോടാ മുക്കേ പുറത്തു. മോളെ കുട്ടി ഏണിക്ക് വോട്ട് ചെയ്യുന്ന വല്യാപ്പക്ക് ഉറപ്പില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കണം. കാരണം എന്താ? വല്യാപ്പ പഠിച്ച ലീഗ് പേരക്കുട്ടിക്ക് അറിഞ്ഞൂടാ. കുട്ടിക്ക് അതൊന്നും അറിയില്ല. കുട്ടി ജീവിക്കണത് എവിടെയാ? കുട്ടി ജീവിക്കണത്
വല്ലാത്ത ബഹളങ്ങളുടെ ലോകത്താണ്. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഒരു കല്യാണത്തിന് പോയി അവൻ കാണുന്നെന്താ പുതിയാപ്പളിനെ പല്ലക്കിലേറ്റാണ്, കുതിരപ്പുറത്തേറ്റാണ്, ആനപ്പുറത്തേറ്റാണ്, സകല തോന്നിയാസങ്ങളും വളനിലമായിട്ട് കല്യാണങ്ങൾ മാറുകയാണ്. കല്യാണ വീട്ടിൽ ഭക്ഷണം ഏതാ തിന്നിട്ടും തിരിയാത്ത വിധം ചില ആൾ പോയിട്ട് പറയാ എന്തെല്ലോ കണ്ടിട്ട് എനിക്കൊന്നും തിരിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും തിന്നില്ല അല്ലേ. വേറൊരു ചോറാങ്ങിയ മനം വരക്ക് തിന്നിട്ട് വരാം. ഇതെന്തൊക്കെ കാര്യങ്ങളാണ്, ഏത് എവിടെയുണ്ടെന്ന് മനസ്സിലാണ്. ചില ആൾ എന്തെങ്കിലും ചോറിൽ തന്നെ പായസം എടുത്ത് വയ്ക്കും, എന്തെങ്കിലും തിന്നാൻ പറ്റും, അതിനൊപ്പം തൈര് വയ്ക്കും, തിന്നാൻ കഴിയും. ആ രീതിയിൽ കുറേ ആളുകൾ ഇരുന്ന് തിന്നും, കുറേ ആളുകൾ ഇറന്ന് തിന്നും അല്ലേ. നമ്മൾ കാണുകയാണ് കല്യാണത്തിന് പോയാൽ കുറേ ആൾ ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഇറന്ന് നിന്ന് കാണാം, കുറേ ആൾ ഇരുന്ന് നിന്ന് കാണാം. അതൊക്കെ ഞാൻ പറഞ്ഞു തന്നറിയാം, ഇതൊക്കെ ഒരു സൗഭാഗ്യമാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ കാസർഗോഡ് മീൻസ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയി, മുസ്ലിം ലീഗിൻ്റെ പരിപാടിക്ക്. ഈ കഥ പറഞ്ഞ് പോകുമ്പോൾ സമയം ഇങ്ങനെ പോകും, നമുക്ക് കാതലിലേക്ക് എത്താൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്, സമയം സ്വർണ്ണങ്ങ് പോവുക ചെയ്യുക. അപ്പോൾ എന്താ അറിയോ, അവിടെ മീൻജ എന്ന സ്ഥലത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് ഇതുപോലെ ഒരു പ്രദേശത്തെ പരിപാടിയാണ്, ഒരു മേഖലയുടെ പരിപാടിയാണ്. ആ പരിപാടിയിൽ അവർ 60 വയസ്സ് കഴിഞ്ഞാൽ 70 പേരെ ആദരിക്കുകയാണ്, മുസ്ലിം ലീഗുകാരെ, പ്രായമുള്ള ആളുകൾ എമ്പാടുമുള്ളൊരു നാട്. ആ ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് സമ്മാനമായിട്ട് കൊടുത്തത് ഒരു മുസ്വല്ലയും ഒരു പച്ച ഷാലും ഒരു കുഞ്ഞു മുസ്വഫ്. അതും വാങ്ങിയിട്ട് ഒരിങ്ങനെ ഇരിക്കുകയാണ്, പുതപ്പൊക്കെ പോസ്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവർക്ക് മുസ്ലിം ലീഗിൻ്റെ ചരിത്രം കാര്യങ്ങളും അവർ അനുഭവിച്ച ത്യാഗവും കാര്യങ്ങളൊക്കെ പറയലാവും നല്ലത് എന്ന് കരുതിയിട്ട് ഞാൻ പൂക്കോത്തങ്ങളെയും ബാഫക്കത്തങ്ങളെയും ഖൈദംബരത്തിനെയും സീദ് സാഹിബിനെയും സി എച്ചിനെയും ഒക്കെ പറഞ്ഞു. മഹാനായ സി എച്ചിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ കരയുന്നുണ്ട്, വല്ലാതെ അത് ആത്മാർത്ഥമുണ്ട്, ഇഖ്ലാസ് കൊണ്ടാണ്. നമ്മളും കരയും, പക്ഷേ ഇനി വരുന്ന തലമുറ കരയുമോ എന്ന ആത്മപരിശോധന കുരുക്കലാട്ടുകാരെ നമ്മൾ നടത്തിയേ പറ്റൂ. എന്തെന്നറിയാം, അവരിങ്ങനെ ഞാൻ പറഞ്ഞു, സി എച്ച് മുഹമ്മദ് സാഹിബിൻ്റെ ഭാര്യ ആമിനെ 11 പ്രസവിച്ചിട്ട് 8 കുട്ടികളും മരിച്ചുപോയി. ആകെ മുനീറും ഫൗസിയും ഫരീദയും ബാക്കിയായി. ഡോക്ടർ സി എച്ചിനെ അകത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മനുഷ്യ മാനമര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കണം, നിങ്ങളുടെ ഉറക്കം നിങ്ങൾ ക്രമപ്പെടുത്തണം, നിങ്ങളുടെ ഷുഗർ നിങ്ങൾ നിയന്ത്രിക്കണം, നിങ്ങളുടെ പ്രഷർ നിങ്ങൾ കൺട്രോൾ ചെയ്യണം, എങ്കിലേ നിങ്ങളുടെ മക്കൾ ബാക്കിയാവുള്ളൂ, ജനിതകമായിട്ട് പ്രശ്നമുണ്ട് കുട്ടികൾക്ക്. അതൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ചിരിച്ചുകൊണ്ട് സി എച്ച് പറഞ്ഞു, ആർക്ക് വേണോടോ എൻ്റെ ദുനിയാവിലെ കുട്ടികൾ, ആർക്ക് വേണം ദുനിയാവിലെ കുട്ടികളെ? അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞ ഖുർആൻ ആയത്തൊക്കെ ഇങ്ങനെ മനസ്സിൽ തത്തി വരികയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു അത്രേ, ഈ മുഹമ്മദ് കോയക്ക് വേണ്ടെന്നറിയോ, നാളെ ഈ കോയ അങ്ങ് മരിച്ചു പോയാൽ അള്ളാഹു മഗ്ഫിർ ലഹു പറയാൻ ഒരാൾ അധികം ഉണ്ടാവണം. ഈ കോയ മരിച്ചു പോയാൽ നാളെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരു സഫ് അധികം ഉണ്ടാവണം, അത് മതി ഈ കോയക്ക് എന്ന് പറഞ്ഞു ഈ പച്ച കൊടിയും പിടിച്ച് മുന്നേ നടന്ന മഹാരഥന്മാർ ഒരു കാലഘട്ടത്തിന്റെ വർണ്ണാഭമായ ചരിത്രം തൻ്റെ കൂടെ ചരിത്രമാക്കി മാറ്റി. ചരിത്രത്തിന്റെ മണിഗോപുര നടയിലേക്ക് മേഘജ്യോതിസിന്റെ പ്രഭാവത്തോടെ പറന്നുപോയ പൂർവ്വസ്വരികൾ എല്ലാവരും ഒരുപോലെയായിരുന്നു. ആ മനുഷ്യന്മാരൊക്കെ ഒരുപോലെയായിരുന്നു. സീദ് സാഹിബിനെ പഠിക്കോ നിങ്ങൾ, സി എച്ചിനെ നിങ്ങൾ പഠിക്കരുത്. ഖൈദമിലത്തിനെ പഠിക്കോ നിങ്ങൾ, സീദ് സാഹിബിനെ നിങ്ങൾ പഠിക്കരുത്. പൂക്കോത്തങ്ങളെ പഠിച്ചോ, പാപ്പക്കത്തങ്ങളെ പഠിക്കണ്ട. ശ്യാപങ്ങളെ പഠിച്ചോ, പൂക്കോത്തങ്ങളെ പഠിക്കണ്ട. എന്തേ? എല്ലാ ആളുകളും ഫോട്ടോ സെറോക്സ് കോപ്പികൾ. ജീവിതത്തിന്റെ നൈർമല്യം, പാരിജാത പൂവിന്റെ പരിമളം അല്ലേ, നമ്മൾ സാധാരണ പറയാം അസർമല്ല പൂവിന്റെ നറുമണം. അങ്ങനെയൊക്കെ പരത്തി നമ്മൾ നയിച്ച കുറേ മഹാരഥന്മാരുടെ നേതാക്കന്മാർ, ആ മനുഷ്യന്മാരെ കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഞാൻ പറഞ്ഞു വരുന്നറിയോ, നമ്മൾ എന്തായില്ല, ഇതൊന്നും നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തില്ല. പറഞ്ഞു കൊടുക്കാതെ നമ്മൾ ഇപ്പോഴും ഏതോ ലോകത്ത്, അവർ വേറൊരു ലോകത്ത്. നമ്മളെന്താവും, നമ്മളങ്ങ് പോകും, അവർ ഉയർന്നു വരും. സ്വാഭാവികമായിട്ട് അങ്ങനെ വരിക. അങ്ങനെ വരുമ്പോൾ അവർക്കിടയിൽ ഈ പച്ചരാഷ്ട്രീയത്തിൻ്റെ ദർശനമില്ല എങ്കിൽ വലിയ പ്രശ്നമാണ്. അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം, അതിന് സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അവരെ വിളിച്ചിരുത്തണം, അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ വിളമ്പി അവരെ കൊണ്ടുവന്നിരുത്തണം, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഏറ്റവും നല്ലത് നിങ്ങളുടെ വീടാണ്. ഉമ്മമാരെ, ഞാനിപ്പോൾ വരുന്ന വഴിയിൽ കുറേ ടൗണും പിന്നിട്ടാണ് വന്നത്. പല ടൗണുകളിലും ഞാൻ ഇങ്ങനെ കാണുകയാണ്, ഒരാൾ വിളിക്കുകയാണ് ബിരിയാണി 60 റുപ്യ, ബിരിയാണി 60 റുപ്യ. ഒരാൾ വിളിക്കുക കണ്ണൂർ ഇതാ ആദ്യം പോവുക, കണ്ണൂർ ഇതാ ആദ്യം പോവുക, ഇങ്ങനെ വിളിക്കണ്ടേ. മറ്റേ ആൾ മത്തി അയില, അയില മത്തി, മത്തി അയില ചാകര, ഇങ്ങനെ വിളിക്കണ്ടേ. ഞാൻ നോക്കിയപ്പോൾ മുഴുവൻ ആണുങ്ങൾ, പെണ്ണുങ്ങളധികമില്ല. കാരണം എന്താണ്? അവർ വേഷം കെട്ടുകയാണ്. ഈ പ്രദേശത്തൊക്കെ എമ്പാടും ആളുകൾ ഗൾഫിലാണ്. പ്രവാസികളുടെ 59 വോട്ട് തള്ളി എന്നൊക്കെ പറയുമ്പോൾ ആ തള്ളിയ ആളെയൊക്കെ തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാവണമെന്നുള്ളതാണ്. അവർ ഇന്ത്യക്കാരാണെന്ന് അവർക്ക് അറിയില്ലേ, അവരിന്ത്യൻ പൗരന്മാരെന്തെന്ന് അറിയില്ലേ. വോട്ടെന്ന് പറയണത് ഇന്ത്യൻ പൗരൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആണെന്ന് അവർക്കറിയില്ലേ. എന്തിനാ ഇന്ത്യൻ പൗരനില്ലാതെ നമ്മളെ മാറ്റുന്ന ആ ഒരു സ്റ്റെപ്പിലേക്ക് അവർ കല്ലെടുത്ത് വെക്കണം? എൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ലേ. അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമുക്കുണ്ട്. അത് വേറെ വിഷയമാണ്, ഞാൻ സംസാരിക്കണില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്നറിയോ, നമ്മൾ മക്കളെ വിളിച്ച് ഈ ആണുങ്ങന്മാരൊക്കെ ഗൾഫിലും നാട്ടിലൊക്കെ ആയിട്ട് വേഷം കെട്ടുകയാണ്. എന്തിനാണെന്നറിയോ? നമ്മൾ മാനമര്യാദയ്ക്ക് ജീവിക്കാൻ, നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ, നമ്മുടെ വീട്ടിലെ അടുപ്പിലെ തീ പുകയാൻ, നമ്മുടെ മക്കളുടെ കല്യാണം നടത്താൻ, നമുക്കൊരു കൊച്ചു വീട് വയ്ക്കാൻ അവർ കഷ്ടപ്പെടുകയാണ്, ബുദ്ധിമുട്ടാണ്. ആരോടും ചോദിക്കാൻ പറയൊന്നും ചെയ്യാതെ
മാനം മര്യാദക്ക് കുടുംബത്തെ നയിക്കാനും പോറ്റാനും കഷ്ടപ്പെടുന്നവരാണ് അവർ നമ്മളിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഈ മക്കളൊക്കെയാണ്, അതൊരു അമാനത്താണ് അല്ലേ? കുട്ടികളോട് പറയുമ്പോൾ ഓറിയൻറ്റേഷൻ ക്ലാസ് ഞാൻ പറയാറുണ്ട്, മക്കളെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉമ്മയുടെ കൈ ഒന്ന് വെറുതെ നോക്കണം. അവർ പറയില്ല നിങ്ങളോട്, അവർ കാണിച്ചു തരൂല. ആ കയ്യിൽ നിറയെ കത്തി കൊണ്ട് മുറിഞ്ഞ പാടുകൾ കാണാം, ആ കയ്യിൽ നിറയെ തീപ്പൊള്ളിയ പടുക്കൾ കാണാം, പാടുകൾ കാണാം, അടയാളങ്ങൾ കാണാം. അത് അവർ നിങ്ങളോട് പറയില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിയിട്ട് ആ കൈയൊന്നും നോക്കിയിട്ട് ഒരു ചുംബനം ആ കൈക്ക് നിങ്ങൾ കൊടുക്കണം മക്കളെ, എന്നാൽ നിങ്ങളുടെ സ്നേഹബന്ധം ഇരട്ടിയാവും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഉപ്പയോ എന്ന് ചോദിച്ചു കുട്ടികൾ. അപ്പോൾ ഉപ്പാൻ്റെ നോക്കണ്ടേ? ഞാൻ പറഞ്ഞു ഉപ്പയുടെ കൈകളിൽ അടയാളം കാണില്ല, ഉപ്പ തന്നെ ഒരടയാളമാണ്, ഉപ്പ തന്നെ ഒരടയാളമാണ്. ഉപ്പയുടെ കൈകളിലൊന്നും അടയാളം കാണൂല. ആത്മസംഘർഷങ്ങളെ ഉള്ളിലൊതുക്കി ആരോടുമൊന്നും പറയാതെ സദാ പുഞ്ചിരി തൂകാൻ ശ്രമിച്ച് ഗൗരവം നടിച്ച് നടക്കുന്ന പ്രതിഭാസത്തിൻ്റെ പേരാ ഉപ്പ. ഇപ്പുറത്ത് മറ്റൊന്ന് ഉമ്മ. ഇപ്പോൾ പെണ്ണുങ്ങൾ ഇരിക്കുന്ന സദസ്സ് ഞാൻ നിങ്ങളോട് പറയാണ്, ഈ കാലഘട്ടത്തിൽ നമ്മൾ വലിയൊരു ഉത്തരവാദിത്വം നിർവഹിക്കണം. SIR കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു തന്നതുകൊണ്ട് അതുകൂടെ പറഞ്ഞാൽ 1 മണിക്കൂർ അത് പറയാനേ ഉണ്ടാവുള്ളൂ. ഞാൻ അതുകൊണ്ട് വിശദീകരിക്കണം. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. ഇവിടെ ഇസ്മായിൽ മാഷാക്കാരൻ സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്നറിയോ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഈ ജാഗരൂകമായിട്ട് SIR വന്നപ്പോൾ, NRC വന്നപ്പോൾ, വഖഫ് നിയമം വന്നപ്പോൾ, ഏക സിവിൽ കോഡ് വന്നപ്പോൾ, സംവരണ അട്ടിമറി വന്നപ്പോഴൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണരണത്? ഗസയിലെ കുട്ടികൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ലോകത്തിലെ മുഴുവൻ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു സംഗതിയുണ്ട്. എന്നാ ദ ഗ്രേറ്റസ്റ്റ് മൊമത്സ് ഇൻ സോളിഡാരിറ്റി വിത്ത് പലസ്റ്റൈൻ ഫ്രം IUML കേരള എന്നാ മുസ്ലിം ലീഗ് കേരള ഘടകമാണ് ലോകത്തിലെ ഏറ്റവും വലിയ റാലി പലസ്തീനികൾക്ക് വേണ്ടി നടത്തിയത്. ലോക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യം പറഞ്ഞു. ദ ഗ്രേറ്റസ്റ്റ് മൊമത്സ് ഇൻ സോളിഡാരിറ്റി വിത്ത് പലസ്റ്റൈൻ ഫ്രം IUML കേരള. ടൊറാൻഡോയിലെ പത്രത്തിൽ വന്നു, റഷ്യയിൽ പത്രത്തിൽ വന്നു, സിഡ്നിയിൽ പത്രത്തിൽ വന്നു, വാഷിങ്ടണിൽ വന്നു, ന്യൂയോർക്കിൽ വന്നു, ലണ്ടനിൽ വന്നു. നമ്മുടെ കോഴിക്കോട് റാലിയാണ്. മനസ്സിലാവില്ലേ? ഗസയിൽ നിങ്ങൾ നോക്കുക, എന്തുകൊണ്ടാണ് നമുക്കത് പറ്റണത്? ഗസയിലെ മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തുകൊണ്ട്? ആ കുട്ടികൾ നിങ്ങൾ കണ്ടേ, ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, പത്രക്കാർ വന്നിട്ട്, നല്ല രസമുള്ളൊരു മോളാണ്, മോളോട് ചോദിക്കുകയാണ്, എൻ്റെ മോള് വണ്ണം വെച്ചാൽ വലുതായാൽ മോളുടെ ആഗ്രഹം എന്താണ്? വാട്ട് ഈസ് യുവർ അംബീഷൻ? എന്താണ് മോളുടെ ആഗ്രഹം, അഭിലാഷം? ചോദിക്കുമ്പോൾ ചാടി എണീറ്റ കുട്ടി പറയാണ്, അതിന് ഞാൻ വലുതാവൂലോ, അതിനു മുമ്പേ ഇസ്രായേൽ എന്നെ കൊല്ലൂലേ. അത് ഞാൻ വലുതാവൂല, അതിനു മുമ്പ് ഇസ്രായേൽ എന്നെ കൊല്ലും. ആ കുട്ടിയുടെ ബോധമാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ബോധ മനസ്സിലേക്ക്, കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്ന ചിന്തയാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്. ഒരു വല്ലാത്ത ദുരന്തമാണ് അല്ലേ? മിഹ്റാബിൽ നിന്ന് ഉസ്താദ് മിമ്പറിൽ കയറുകയാണ് ഖുത്ബ ചൊല്ലാൻ കയറി. ഉസ്താദ് പറയാണ്, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, ഞാൻ ഖുത്ബ ചൊല്ലാൻ നിന്നാൽ നിസ്കരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ട് നമുക്ക് നിസ്കരിക്കാം, അസ്സലാമു അലൈക്കും. പിന്നെ മഗ്‌രിബിലേക്ക് നിസ്കരിക്കാൻ പറയാം. 6.5 വയസ്സുള്ള കുട്ടി മണ്ണ് വാരി തിന്നാൻ എന്തേ ചോദിച്ചു പറഞ്ഞു, വല്ലാത്തൊരു ടേസ്റ്റാണ് ഈ മണ്ണിനലയെന്ന്. വിശക്കണം, മണ്ണിൻ്റെ ടേസ്റ്റ് അറിയാൻ വിശപ്പിൻ്റെ രുചി അറിയണം, അപ്പോഴാണ് മണ്ണിൻ്റെ വിശപ്പ് ടേസ്റ്റ് അറിയാൻ പറ്റുക. ആ കുട്ടി നമ്മളോട് പറഞ്ഞു തരികയാണ്. റഫ അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഈജിപ്തിലെ പത്രപ്രവർത്തക സാറ എന്ന് പറയുന്ന മനസ്സിൽ കനിവും ആർദ്രതയുമുള്ള ഒരു പെണ്ണ് എന്ത് ചെയ്തു? ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വണ്ടി വിട്ടു. ഇസ്രായേൽ തടഞ്ഞിട്ട് പറഞ്ഞു, കുട്ടികളപ്പുറത്തുനിന്ന് വിശന്ന് കരയാൻ. ഇസ്രായേൽ തടഞ്ഞിട്ട് പറഞ്ഞു, ഭക്ഷണം ഒന്നും അവർക്ക് കൊടുക്കണ്ട, തിരിച്ചു വിട്ടു. തിരിഞ്ഞു പോയി. മാർഗമില്ലാതെ ആ പെണ്ണെന്ന് ചെയ്തെന്നറിയോ, ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിച്ച് അതിനകത്ത് ഭക്ഷണങ്ങൾ ശേഖരിച്ച് നന്നായിട്ട് അടക്കുന്നതിന് മുന്നേ സാറയുടെ പേരും ഫോൺ നമ്പറും അതിലെഴുതി വെച്ചിട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തിരമാലെ ഈ ഭക്ഷണം റഫ അതിർത്തിക്ക് അപ്പുറത്ത് എത്തിക്കണേ തിരമാലെ, ഒരുപാട് കുട്ടികൾ അവർ കരയുണ്ട് തിരമാലെ, അതുകൊണ്ട് ഈ ഭക്ഷണം കളയല്ലേ തിരമാലെ, മത്സ്യമേ ഈ ഭക്ഷണം നീ തിന്നരുത് കേട്ടോ, ആ ഭക്ഷണത്തിൽ നീ തുടരുത് കേട്ടോ, മക്കൾ കരയുന്നുണ്ട്. ആ ഭക്ഷണം അയച്ചു കൊടുത്തു. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അപ്പുറത്തും. എവിടെ താൻ അലക്ഷ്യമായിട്ട് കടലിട്ട ഭക്ഷണം എങ്ങനെ അപ്പുറത്താനും ഒരു തരത്തിലും എത്തില്ല എന്നായിരുന്നു പ്രതീക്ഷ മുഴുവൻ. പക്ഷേ ഭക്ഷണം എന്തായി? 3 ദിവസം കഴിഞ്ഞപ്പോൾ സാറയുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയാണ്, നിങ്ങളയച്ച ഭക്ഷണം ഞങ്ങൾക്ക് കിട്ടി, നിങ്ങളയച്ച ഭക്ഷണം ഞങ്ങൾക്ക് കിട്ടി. നിങ്ങളയച്ചത് കേവലം പയറും പരിപ്പും അല്ല, നിങ്ങളയച്ചത് തമ്പ്രല്ല, നിങ്ങളയച്ചത് കജൂറല്ല, നിങ്ങളയച്ചത് ഞങ്ങളുടെ ജീവൻ്റെ ഉച്ഛ്വാസവായുവാണ്. എന്നിട്ട് മക്കൾ അവിടുന്ന് പറയാണ്, സാറാ മേഡം, നിങ്ങൾ ഈ ചെയ്ത പുണ്യം അള്ളാനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ആദ്യം പറയും, അള്ളാനെ കണ്ടുമുട്ടുമ്പോൾ ഈ പുണ്യം നമ്മൾ ആദ്യം പറയും എന്ന് മക്കൾ പറയണം. ആ ഭാഗത്തെ പരീക്ഷണം ആ രീതി കാണണം. പക്ഷേ നമ്മുടെ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്താവാണ്? നമ്മൾ സന്തോഷത്തോടെ അഭിമാനത്തോടെ തലയുയർത്ത് നിൽക്കണം. ആരടാന്ന് ചോദിക്കുമ്പോൾ ഞാനടാന്ന് പറയാൻ ആളുകൾ ഉണ്ടാവാൻ.
ആ കാസർഗോഡ് മീഞ്ചയിലെ ആളുകൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പ്രസംഗമൊക്കെ കഴിഞ്ഞു, പാപ്പക്കെ തങ്ങളെക്കുറിച്ച് പറഞ്ഞു, മഹാനായ സി എച്ച് കുറിച്ചൊക്കെ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങ് വരാൻ നേരത്ത് പ്രായമുള്ള ഒരാൾ എന്നെ വിളിച്ചു. ഞാൻ മനസ്സിലാക്കി, പഠിച്ചോനെ മൂപ്പരെല്ലാം പഠിച്ച് അനുഭവിച്ച ആളാണ് അല്ലേ, ഞാൻ വായിച്ച് പഠിച്ച ആളാണ്, ഞാൻ പറഞ്ഞതിൽ എവിടെയോ തെറ്റി, എന്നെ തിരുത്താനായിരിക്കും മൂപ്പർ വിളിക്കുന്ന ബേജാറോടെ ഞാൻ അടുത്തു. അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു ആനയെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുക, ആനയെ കീറി മുറിച്ച് പഠിച്ച വെറ്റിനറി ഡോക്ടർക്കല്ല, ആനപ്പാപ്പാനാണ് അല്ലേ. ആനയെക്കുറിച്ച് ഏറ്റവും നന്നായി പറയാൻ പറ്റുക ആനപ്പാപ്പാനാണ്, ഡോക്ടർക്കല്ല. അപ്പോൾ മിക്കവാറും അദ്ദേഹം മുസ്ലിം ലീഗിനെ അനുഭവിച്ച ആളാണ്. ഞാൻ പഠിച്ചു പറഞ്ഞതിൽ എവിടെയോ തെറ്റി, സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്നെ തിരുത്താൻ വിളിച്ചേക്കും. അപ്പോൾ എന്നോട് അദ്ദേഹം പറയാണ്, മോനെ വലിയ പെരുന്നാൾ കഴിഞ്ഞ പാടായിരുന്നു പരിപാടി, കഴിഞ്ഞ ഉടനെ മോനെ വലിയ പെരുന്നാൾ കഴിഞ്ഞേ ഉള്ളൂ. ഈ കഴിഞ്ഞ വലിയ പെരുന്നാൾക്ക് നമ്മൾ മീഞ്ച എന്ന് പറയുമ്പോൾ കേരളത്തിലാണ്, കാസർഗോഡാണ്, ഒരു വര അപ്പുറത്ത് കർണാടകമാണ്. ഈ മീഞ്ച എന്ന് പറയുന്ന സ്ഥലത്തെ അബൂബക്കറും പോക്കറും ഉമറും ഒരുപാട് ആട്ടിനെ അറുത്തു, ഒരുപാട് മൃഗങ്ങളെയൊക്കെ ബലി കൊടുത്തു. ഇസ്ലാമികമായ നമ്മുടെ കർമ്മങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഷിയാറാണ് ഉളുഹിയത്ത് എന്ന് പറയുന്നത്. വളരെ ഭംഗിയായിട്ട് അറുത്തു, ഒരു പ്രശ്നമില്ല, ആരും ചോദിച്ചില്ല. കാരണം എന്താണ്, ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന ഉറപ്പ് നമ്മൾ പാലിക്കണം. മതസ്വാതന്ത്ര്യം എന്ന് പറയണത് മതത്തിൻ്റെ ഒരു ഷിയാറ് നമ്മൾ പാലിക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരു വര അപ്പുറത്ത് സുള്ളിയ മംഗലാപുരം, അവിടെയുള്ള നമ്മുടെ അബൂബക്കറിനും പോക്കറിനും ഉമറൊന്നും അങ്ങനെ അറക്കാൻ പറ്റില്ല കുട്ടിയേ. ഞാൻ ചോദിച്ചു എന്തേന്ന്. അപ്പോൾ പറയാണ്, അതാണ് എൻ്റെ കുട്ടി എല്ലായിടത്തും പറയേണ്ടത്, എൻ്റെ കുട്ടി എല്ലായിടത്തും അത് പറയണം. എന്താണെന്നറിയോ, അവിടെയുള്ള അബൂബക്കറിനും പോക്കറിനും ഉമറിനും ഉളുഹിയത്ത് അറുക്കാൻ ലോക്കൽ പോലീസിൻ്റെ കൺസെൻറ്റ് വേണ്ടി വന്നു, അപ്പുറത്ത് DYSPയുടെ പെർമിഷൻ വേണ്ടി വന്നു, SP-യുടെ വാക്കാൽ പെർമിഷനൊക്കെ വേണ്ടി വന്നു. അതെന്തുകൊണ്ടെന്നറിയോ, കാസർഗോഡ് അബൂബക്കറിനും ഉമറിനും പോക്കറിനുമുള്ള എന്തോ ഒന്ന് കർണാടകത്തിലെ ഉമറിനും പോക്കറിനും ഇല്ലാതെ പോയി. അതിൻ്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അവർക്കൊരു കുഞ്ഞാലിക്കുട്ടി ഇല്ലാതെ പോയി, ഒരു ബഷീർ ഇല്ലാതെ പോയി, ഒരു പാണക്കാട്ട പൊരയും തങ്ങന്മാരും ഇല്ലാതെ പോയി. ഇതെൻ്റെ കുട്ടി എല്ലാവരോടും പറയണം കേട്ടാ. ഒസിയത്ത് പോലെ അയാളോട് പറയും. മനസ്സിലാവണല്ലേ നിങ്ങൾക്ക് എന്താണ് മുസ്ലിം ലീഗ് എന്ന്? നമ്മൾ എന്തപ്പോൾ വിചാരിച്ചേക്കണം, എല്ലാ പാർട്ടിയും പോലെ ഒരു പാർട്ടി ചുവന്ന കൊടി മധ്യത്തിൽ അരിവാൾചുറ്റിക നക്ഷത്രം, മറ്റൊരു പാർട്ടി ത്രിവർണ്ണ പതാക മധ്യത്തിൽ ഒരു സർക്കാർ, വേറൊരു പാർട്ടി ദ്വിവർണ്ണ പതാക മധ്യത്തിൽ ഒരു താമര, അതുപോലെ ഒരു ഏകവർണ്ണ പതാക മധ്യത്തിൽ ചന്ദ്രക്കലയും നക്ഷത്രവും എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചേക്കുന്നത്. ആ ധാരണയ്ക്കാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. നമ്മൾ അങ്ങനെയൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിൽക്കുമോ ആ സ്റ്റേറ്റ് ഹൈവേയുടെ ഓരത്ത് അല്പസമയം? അധികം അകലെയൊന്നും അല്ലല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ജീവിതത്തിൻ്റെ പാതി വഴിയിൽ തളർന്നു വീണ ജീവനുമെടുത്ത് ചിഹ്നം വിളിച്ച് അലറി വിളിച്ച് ഓടുന്ന ആംബുലൻസുകൾ 10 പോയാൽ 8 നിങ്ങൾക്ക് എൻ്റെ CHൻ്റെ ഫോട്ടോ കാണാം, ശിഹാബ് തങ്ങളുടെ ഫോട്ടോ കാണാം, സീദ് സാഹിബിൻ്റെ ഫോട്ടോ കാണാം, പ്രാദേശിക മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ഫോട്ടോ കാണാം. എന്തുകൊണ്ടാണ്? പൂക്കോയ തങ്ങൾ ഹോസ്പൈസ് എന്ന് പറയുന്ന മഹിതമായ കിടപ്പ് രോഗി പരിചരണ വിങ് ഉണ്ടാക്കിയിട്ട് ആയിരക്കണക്കിന് രോഗികൾക്ക് അവരുടെ കിടക്കരികെ കരുണ കൊണ്ട് കവിത രചിക്കുകയാണ് എൻ്റെ പാർട്ടി. പോയി നിൽക്കുമോ 10 മിനിറ്റ് നിങ്ങൾ കോഴിക്കോട് CH സെൻറ്ററിൽ, മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടപ്പുറത്ത്? അവിടെ നിങ്ങൾക്ക് കാണാം ആളുകൾ വന്ന് ക്യൂ നിൽക്കാൻ. എല്ലാ ജാതി മതസ്ഥരുണ്ട്, പഞ്ചപാപങ്ങളുണ്ട്, പണിക്കാരുണ്ട്, എല്ലാ ആളുകളുണ്ട്. അവർ വന്ന് ക്യൂ നിൽക്കാൻ. അവരോട് ചോദിക്കുകയാണ്, അമ്മേ നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്ക് കഞ്ഞി എന്നാ മോനെ. ഇങ്ങക്കോ? എനിക്ക് ദോശ ഉണ്ടാകുമ്പോ മോനെ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്ക് ഇഡ്ഡലിയാണെങ്കിൽ അത് മതി മോനെ. ഓരോ ആൾക്കും ഓരോന്ന് കൊടുക്കണം. 5 പൈസ വാങ്ങിയിട്ടല്ല എപ്പോൾ തുടങ്ങിയത്. അനസ്യൂതം അഭങ്കുരം അവിരാമം അനവരതം അനന്തം. ഈ ഒരു സബര്യ നമ്മളിങ്ങനെ തുടരാൻ. എന്തുകൊണ്ടാണ്? മറ്റു പാർട്ടികളെ പോലെ അല്ല മുസ്ലിം ലീഗ് എന്നുള്ളത് കൊണ്ട്. സംസ്ഥാനത്തിൻ്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി പിരിച്ചില്ലേ 748 കോടി രൂപ. ചൂരന്മലയിലും മുണ്ടക്കയിലും അവർക്ക് എന്താ കിട്ടിയത്? ആരാണവർ? രാത്രി 12:15 വരെ ചാറ്റിയവർ അല്ലേ? രാത്രി 12:15 വരെ അവർ ചാറ്റിയിട്ടുണ്ട്. എന്നിട്ട് സുന്ദര സമൂഹ സുരഭില സ്വപ്നമായിട്ട് കിടന്നുറങ്ങിയതാണ്. നാളെ രാവിലെ എഴുന്നേൽക്കണം, അവിടെ സൽക്കാരത്തിന് പോകണം, ഇവിടെ കല്യാണത്തിന് പോകണം, അവിടെ കച്ചവടം ഉറപ്പിക്കണം, ഇവിടെ രജിസ്ട്രേഷന് പോകണം. ആ മനുഷ്യന്മാരുടെ ചില ആളുകളുടെ തല രാവിലെ കിട്ടിയത് ചാലേറെ പോയെന്ന്, ചില ആളുകളുടെ കാല് കിട്ടിയത് നിലമ്പൂർ പുഴയെന്ന്. അവരാരും വണ്ടി വിളിച്ചിട്ട് റോഡ് മാർഗം പോയതല്ല. പാതിരാത്രിയിൽ അലയടിച്ചു വന്ന മലവെള്ളപ്പാച്ചിൽ സകലവും നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, അതിലെല്ലാം മതക്കാരുണ്ട്. മുസ്ലിം ലീഗ് പാർട്ടി എന്താ ചെയ്തത്? നാട് ഭരിക്കണ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ പൈസ കൊടുത്തു ഉദാരമതികൾ. പൈസ അവിടെ വെച്ചിട്ട് വില പേശ. നമ്മളെന്ത് ചെയ്തു? തങ്ങളുടെ അധികാരമില്ല, 10 വർഷമായി നമ്മൾ അധികാരത്തിൻ്റെ അപ്പുറത്താണ് അല്ലേ? അധികാരമില്ലാത്തവരാണ്. നമ്മൾ പൈസ ചോദിച്ചപ്പോൾ ആളുകൾ 10-48 കോടി നമുക്കും തന്നു. നമ്മൾ അതുകൊണ്ട് 105 വീട്ടിൻ്റെ പണി. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയതുകൊണ്ട് ആധികാരികമായിട്ട് ആത്മവിശ്വാസത്തോടെ പറയുന്നത് 105 വീട്ടിൻ്റെ പണി പുരോഗമിക്കുക. 105 കുടുംബം നോക്കി ഇങ്ങനെ കണ്ണീർ വർക്കാൻ. അവരുടെ കരങ്ങൾ റബ്ബിൻ്റെ ദർബാറിലേക്ക് ഉയരാൻ, അവരുടെ കണ്ണുകൾ സജലങ്ങളവൻ. അവിടെ ഇപ്പോൾ സ്ഥാനത്ത് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളോട് പറയാണ്.
കുരുക്കിലാട്ട് നിന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളെ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളിലെ നിങ്ങൾക്കും കിട്ടും അതിൻ്റെ ഒരു പ്രതിഫലം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം, സംഘബോധത്തിൻ്റെ ഗുണം അതാണ്. അതോടൊപ്പം നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് ഏകദേശം 1 കോടി മുസ്ലിങ്ങളുള്ള കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് കൃത്യമായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ എല്ലാ ഡാറ്റയും കൊടുത്ത് അപ്ലോഡ് ചെയ്തിട്ടെടുത്ത മെമ്പർഷിപ്പാണ് അല്ലേ. 24 രൂപ അടച്ചു, നമ്മൾ നമ്മുടെ ID കാർഡ് അതിനകത്ത് ഇൻസേർട്ട് ചെയ്തു, നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് കൊടുത്തു, എല്ലാം കൊടുത്തിട്ടെടുത്ത മെമ്പർഷിപ്പ്. എത്ര മെമ്പർഷിപ്പ്? 25,33,292. എത്രയും മുസ്ലിങ്ങൾ? 1 കോടി. നമ്മുടെ മെമ്പർഷിപ്പ് ഇത്രയും. എന്തുകൊണ്ടാണ്? എല്ലാ ആൾക്കും ഒന്നും മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റൂല. അതിനൊരു നിയോഗം വേണം. മഹാനായ ബാഫക്ക് തങ്ങളെ പിടിച്ച കൊടി പിടിക്കാൻ, മഹാനായ ബാഫക്ക് തങ്ങളെ പുതച്ച കൊടി പിടിക്കാൻ ഒരു നിയോഗം ഉണ്ടാവണം. അതുകൊണ്ട് അപ്പം ഞാൻ പറയുന്നറിയോ, നമ്മൾ എന്ത് വേണം? മുസ്ലിം ലീഗിലെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. രാഷ്ട്രീയം നിർബന്ധമായിട്ട് പറയണം. എന്തപ്പോൾ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഇപ്പം ബോധം വരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ തട്ടമിടണോ, നമ്മുടെ നാട്ടിൽ നമ്മൾ തട്ടമിടണോ എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണ്. ഗവൺമെൻറ് തീരുമാനിക്കണം ഇനി ആരും ശിരോവസ്ത്രം ധരിക്കണ്ട. നമുക്ക് ധരിക്കാൻ പറ്റില്ല. പറയാത്തതെന്തുണ്ടെന്നറിയോ? ചോദിക്കാനും പറയാനും ഇവിടെ ആളുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാവും അത് ലീഗ് മാത്രമൊന്നുമല്ല, എന്താ അപ്പോൾ അവരൊക്കെ ചെയ്യണില്ലേ? ലീഗ് ഉള്ളത് കൊണ്ട് അവരൊക്കെ ചെയ്യണത്. കാശ്മീരിലാരും പിന്നെ ബംഗാളിലാരും ചെയ്യണില്ല, ബീഹാറിലാരും ചെയ്യണില്ല, ആസാമിൽ ആരും ചെയ്യണില്ല. എന്തേ? ഇപ്പുറത്ത് ചെയ്യാൻ ആളുണ്ടെങ്കിലേ അപ്പുറത്ത് ചെയ്യാൻ ആളുണ്ടാവൂ. കാരണം എന്താ? ഓര് ചെയ്യും, പിന്നെ നമ്മളും ചെയ്യണം, അല്ലെങ്കിൽ മോശമാണ് എന്നൊരു തോന്നലാണ്. മനസ്സിലാവണില്ലേ? കുഞ്ഞാലിക്കുട്ടി ഉള്ളത് കൊണ്ടാണ് ജലീലുമാരുണ്ടാവണത്, അതുകൊണ്ടാണ് പാലോളി മുഹമ്മദ് കുട്ടിമാരുണ്ടാവണത്, അതുകൊണ്ടാണ് ഇളമരം കരീമമാരുണ്ടാവണത്. അല്ലെങ്കിൽ ആരുണ്ടാവില്ല. ബംഗാളിൽ ഉണ്ടായിട്ടില്ലല്ലോ, ത്രിപുരയിൽ ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പുറത്തൊന്നും ഉള്ളത് കൊണ്ട് അപ്പുറത്ത് മറ്റൊന്നും ഉണ്ടാവണത്. അവിടെയും നമ്മൾ വന്നിക്കേണ്ടത് മുസ്ലിം ലീഗിനെയാണ്. അപ്പം ഞാൻ പറയുന്നതെന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞു മുസ്ലിം ലീഗ് എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് ആ ചിരിയുടെ ആഴവും പരപ്പും തിരിച്ചറിഞ്ഞു. പോസ്റ്റ്മാൻ സാധുവാണ്, അദ്ദേഹത്തിൻ്റെ ചിരിയുടെ ആഴവും പരപ്പും. എന്നിട്ട് ലീഗ് എന്താ ചെയ്ത്? 1948 പാർട്ടി 67 ആദ്യമായിട്ട് അധികാരത്തിൽ വരും. 19 കൊല്ലത്തിന് ശേഷം 48 950 തെരഞ്ഞെടുപ്പ് മലപ്പുറത്ത് കായപ്പത്തടി അഹമ്മദാജിയുടെ ഒഴിവ്, അവിടെ അസംകുട്ടി കുരിക്കൽ നിന്ന് ജയിക്കണം ഉപതെരഞ്ഞെടുപ്പ്. പിന്നെ 52 തെരഞ്ഞെടുപ്പ് മദിരാശി നിയമസഭയിൽ, അവിടെ 5 MLA മുസ്ലിം ലീഗ് ഒറ്റക്ക് ജയിപ്പിച്ചെടുക്കണോ. പെരിന്തൽമണ്ണ KK മുഹമ്മദ് ഷാഫി സാഹിബ്, ചാക്കീരി ആമൂട്ടി, ഒപ്പി സാഹിബ്, സേതി സാഹിബ്, ചടയൻ, 5 ആള്. അത് ഞാൻ വിശദീകരിക്കണില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ 1957 56 കേരളം ഉണ്ടായി. 57 ഇലക്ഷൻ EMS അധികാരത്തിൽ വരുന്നു. 59 വിമോചന സമരം, കുഴപ്പം കൂക്കിയും വിളിയും. അങ്ങനെ എന്തായി? ആ മന്ത്രിസഭ വീഴുന്നു. വീണ്ടും ഇലക്ഷൻ നടക്കുന്നു. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, PSP മുക്കൂട്ട് മുന്നണി മത്സരം. വലിയ ഭൂരിപക്ഷം കിട്ടുന്നു. ലീഗിനെ മന്ത്രിസഭയിൽ എടുത്തില്ല, സ്പീക്കർ സ്ഥാനം തന്നു. സീതി സാഹിബ് സ്പീക്കറായി. അതിനുശേഷം സീതി സാഹിബിൻ്റെ വഫാത്ത് 61 മഹാനായ CH സ്പീക്കറായി. 62 ഇലക്ഷനിൽ കോഴിക്കോട് മത്സരിക്കാൻ CH സ്പീക്കർ സ്ഥാനം രാജിവെച്ച് പോകുന്നു. 65 ഇലക്ഷൻ നടക്കുന്നു. ആർക്കും ഭൂരിപക്ഷമില്ല, രാഷ്ട്രപതി ഭരണം. 67 ആയപ്പോൾ കൃത്യമായിട്ട് മുസ്ലിം ലീഗ് കണ്ടു അധികാരത്തിൽ വരാതെ രക്ഷയില്ല, അധികാരം നിർബന്ധമായി നമുക്ക് വേണം. പഞ്ചായത്ത് ഇലക്ഷൻ നടക്കണം. മഹാനായ ശിഹാബ് തങ്ങളോട് ചോദിക്കേണ്ട പത്രക്കാരൻ, നിങ്ങളുടെ ലീഗുകാരൊക്കെ അധികാരമോഹികളല്ലേ, എന്തപ്പോൾ ഇങ്ങനെയായാലും എന്തപ്പോൾ ചെയ്യാം, പിടിവിട്ട് പോകില്ലേ? അപ്പോൾ ശിഹാബ് തങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, അധികാരമോഹികളാവണം ലീഗുകാർ, അധികാരമോഹികളാവണം ലീഗുകാർ. എന്നിട്ട് പൊളിറ്റിക്കൽ ഫിലോസഫി പേരാണ്, രാഷ്ട്രീയ തത്വചിന്ത പറഞ്ഞു കൊടുക്കുകയാണ് ആ പത്രക്കാരനോട്. എന്നിട്ട് മഹാനായ ശിഹാബ് തങ്ങൾ പറഞ്ഞു, The ultimate aim behind the formation of a political party in democratic society is to capture power. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്ന അധികാരം പിടിക്കാനാണ്. ആ അധികാരം എന്തിനുപയോഗിക്കുന്നു എന്നതാണ് പ്രശ്നം. മുസ്ലിം ലീഗ് അധികാരം ഉപയോഗിച്ചത് എന്തിനാണ്? 13% സംവരണം ഉണ്ടാക്കാനാണ്. ലീഗ് അധികാരം ഉപയോഗിച്ചത് എന്തിനാണ്? അറബി ഉറുദു ഭാഷ പഠിപ്പിക്കാനാണ്. എന്തിനാണ്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാനാണ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാനാണ്, കൊച്ചിയിൽ കുസാറ്റ് ഉണ്ടാക്കാനാണ്, അക്ഷയ തുടങ്ങാനാണ്, സ്റ്റാർട്ടപ്പിനാണ്, എക്സ്പ്രസ് ഹൈവേക്കാണ്, ടെക്നോ പാർക്കിനാണ്, ഇൻഫോ പാർക്കിനാണ്, IT അറ്റ് കേരളയ്ക്കാണ്. മുസ്ലിം ലീഗ് അധികാരം ഉപയോഗിച്ചത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അധികാരമോഹികളാവണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ഷനൊക്കെ വരികയാണ്. മാനം മര്യാദയ്ക്ക് നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സാധ്യതകൾ ജയിപ്പിച്ചയച്ച് അവരെ കൊണ്ട് ഈ പണിയൊക്കെ നമ്മൾ എടുപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലും ഉണ്ടാക്കണം. അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ പറയുന്നറിയോ, ഇങ്ങനെ നമ്മൾ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നിട്ട് മഹാനായ CH മുഹമ്മദ് സാഹിബ് വിദ്യാഭ്യാസം ചുരുക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയായി. 67 നമ്മൾ സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി. ഇലക്ഷൻ നടന്നു. മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നു. ലീഗ് അടക്കമുള്ള കക്ഷികൾ 4 സോഷ്യലിസ്റ്റ് പാർട്ടി, 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടി, 1 മുസ്ലിം ലീഗ്, 7 കക്ഷികൾ. മഹാനായ CH പറഞ്ഞു മഴവില്ല് പോലൊരു മുന്നണി. അങ്ങനെ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നിട്ട് മഹാനായ CH വിദ്യാഭ്യാസ മന്ത്രിയായി. അദ്ദേഹം ചെയ്ത ലീഗ് എന്താ ചെയ്തെന്നല്ല ചോദ്യം. നിങ്ങൾ മക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാനാണ് ഞാൻ പറയണത്.
ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പൊട്ടിത്തെറിഞ്ഞ മക്കളാണ്. ഇപ്പം ഞാൻ എൻ്റെ മോനോട് ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബിയുടെ കഥ പറഞ്ഞു കൊടുത്തു. അവന് ഈഫുലിന് പഠിക്കുകയാണ്, നിങ്ങൾ വരക്കണം. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ മോനെ അന്നങ്ങാണ്ട് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിനെ അറുത്തണമെങ്കിൽ എൻ്റെ മോനെ ഞാൻ അറക്കേണ്ടി വരില്ലേനാ. ഇവൻ ചാടി ഇങ്ങണിയിട്ടുണ്ടോ പറയാ, അതിന് മുമ്പേ ഉപ്പാപ്പ ഇങ്ങളെ അറുത്തിട്ടുണ്ടാവില്ലേ. ഞാൻ അവരോട് എന്താ പറയുന്നത്, മക്കളെ വർത്താനാണ്. കുട്ടികൾ അങ്ങനെയുള്ള മക്കളോട് നമ്മളിപ്പോൾ രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണ്, ഒരു കുട്ടി അച്ഛനോട് പറയാണ്, അച്ഛാവോ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ മുട്ട നിങ്ങൾ വരുന്ന 5 വയസ്സായി എനിക്ക് എന്ത് കല്യാണം കഴിക്കുക, ഇനി മുണ്ടണമെന്നാട്ടെ. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഉറപ്പുണ്ട്, റെസൊല്യൂഷനാണ്. അപ്പോൾ ചോദിച്ചു അച്ഛൻ, ആട്ടെ അങ്ങനെയാണെങ്കിൽ നീ ആരെയാണ് കല്യാണം കഴിക്കണം? അപ്പോൾ പറയാണ്, ഞാൻ അച്ഛമ്മേനെയാണ് കല്യാണം കഴിക്കുന്നത്. അച്ഛമ്മേനെ നീ കെട്ടി, എൻ്റെ അമ്മേനെ കെട്ടാൻ ഞാൻ വിടൂല, വേറെ ആരെ വേണം നീ കെട്ടിക്കോ. ഇവൻ ചാടി എണീറ്റ് പറയാ, എൻ്റെ അമ്മേനല്ലേ നിങ്ങൾ കെട്ടിയത്, എൻ്റെ അമ്മേനല്ലേ നിങ്ങൾ കെട്ടിയേ, എൻ്റെ അമ്മേനെ കെട്ടി നിങ്ങൾക്ക് കൂട്ടി അടക്കാം, നിങ്ങളെ അമ്മേനെ ഞാൻ കെട്ടാൻ പറ്റില്ല. അത് ലൊട്ടയിലെ പഠിപ്പാണ്. കുട്ടികളുടെ ലോജിക്ക് അങ്ങനെ പോകണം. ആ മക്കൾക്കിടയിലാണ് നമ്മൾ രാഷ്ട്രീയം പറയേണ്ടത്. കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ അവരത് കേൾക്കില്ല. അവർക്ക് നിങ്ങൾ ബർഗർ കൊടുക്കുമ്പോൾ, പിസ്സ കൊടുക്കുമ്പോൾ, ഷവർമ കൊടുക്കുമ്പോൾ, കുഴിമന്തി ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കുമ്പോൾ, അൽഫാമിൻ്റെ പീസ് പൊട്ടിച്ച് വായിൽ വെക്കുമ്പോൾ കണ്ണിൽ നോക്കി രാഷ്ട്രീയം പറയാൻ തുടങ്ങണം. അല്ല എങ്കിൽ അപകടത്തിലേക്കാണ് നാട്ടിൻ്റെ പോക്ക്. ഈ രാഷ്ട്രീയം നിലനിൽക്കണം. SIR വരുമ്പോൾ ജാഗരൂകമാവുന്ന രാഷ്ട്രീയം, NRC വരുമ്പോൾ കേസ് കൊടുക്കാൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്ന രാഷ്ട്രീയം, വഖഫ് നിയമം വരുമ്പോൾ കപിൽ സിബലിന്റെ കയ്യും പിടിച്ച് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയുടെ മട്ടുപ്പാവിൽ പോയി മുട്ടാൻ കെൽപ്പുള്ള രാഷ്ട്രീയം, നിയമമുണ്ടാക്കുന്നിടത്ത് ആളെ ഉണ്ടാക്കിയെടുക്കുന്ന രാഷ്ട്രീയം, ചോദിക്കാനും പറയാനും ഞങ്ങളുണ്ടിവിടെ എന്ന് സഹോദര സമുദായങ്ങളെയും മനുഷ്യന്മാരെയും ബോധ്യപ്പെടുത്തുന്ന രാഷ്ട്രീയം, നമ്മളെല്ലാവരും ഒന്നാണെന്ന് കൃത്യമായി പറയുന്ന രാഷ്ട്രീയം, സ്വസമുദായത്തെ സ്നേഹിച്ച് സ്നേഹം കൊണ്ട് പൊതിയുമ്പോഴും വർഗീയതയെ വെറുക്കുന്ന രാഷ്ട്രീയം. വർഗീയത പാടേയില്ല. അത് കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും പഠിച്ചൊന്നുമല്ല, അള്ളാനെ പഠിച്ചിട്ട്. കൃത്യമായി റസൂൽ പറഞ്ഞു, എന്നാ പറഞ്ഞ, വർഗീയതയിൽ കൊല്ലപ്പെടുന്നവൻ, വർഗീയതയ്ക്ക് ഒത്താശ ചെയ്യുന്നവൻ, വർഗീയതയിൽ കൊല്ലുന്നവൻ ലൈസ മിന്ന, നമ്മിപ്പെട്ടവരല്ല. അതിനപ്പുറം പിന്നെ വേണ്ട, വർഗീയത പാടില്ല. മുസ്ലിം ലീഗിൻ്റെ പ്രഖ്യാപിത നയം അതാണ്. മഹാനായ സയ്യിദ് സാഹിബ് നമ്മളോട് പറഞ്ഞതെന്നറിയോ, നീ ഒരു മുറിയിലിരിക്കുന്നു, നിന്റെ മുസ്ലിം സുഹൃത്തുമുണ്ട്, അടച്ചിട്ട മുറിയാണ്, ആരും കാണില്ല, പടച്ചോനെ കാണുള്ളൂ, എന്നാലും വർഗീയത പറയരുത്. അത് നമുക്ക് പാടില്ല. മനസ്സിലാവും? അതും ശ്രദ്ധിക്കണം നമ്മൾ. അങ്ങനെ ഒരു പ്രതിഭാസമാണ് മുസ്ലിം ലീഗ്. എത്ര ഭംഗിയായിട്ടാണ് അത് കൊണ്ടു നടക്കുന്നത്. ഒരു ഭാഗത്ത് പള്ളി കമ്മിറ്റിയും കാര്യങ്ങളും കൊണ്ടു നടക്കണേ, മറുഭാഗത്ത് നാട്ടിലെ സകല മംഗലോ എല്ലാ തരത്തിലുള്ള ആശുപത്രി കേസും ഉള്ള വിദ്യാഭ്യാസ ചെലവും കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കണേ, KMCCക്ക് ഫോൺ വിളിക്കണേ, കത്തയക്കണേ, വൈറ്റ് ഗാർഡിനെ ക്ഷണിക്കണേ, CS സെന്റർ പറഞ്ഞേക്കണേ, ഇപ്പുറത്തെ PTH ഒരു ഭാഗത്ത് ഇങ്ങനെ കളിക്കണേ, മറുഭാഗത്ത് ബൈത്തുറഹ്മാ മന്ദിരങ്ങൾ ഉയരണേ. ഇതൊക്കെ ചെയ്യുന്നതിനിടയിലും സർവ്വമത സഹോദരം കണ്ണിൽ കിട്ടുമണി പോലെ കാത്തു സൂക്ഷിക്കണം. കഴിഞ്ഞ വയനാട്ടിൽ പോയി 105 വീട് ഞാൻ ചോദിച്ചു, ഈ വീട് ആർക്കൊക്കെയാണ്? അപ്പോൾ പറഞ്ഞു, ആനുപാതികമായിട്ട് 18 മുസ്ലിം സഹോദരനുണ്ട്, പക്ഷേ അവർക്ക് 18 വീട് ബാക്കി മുസ്ലിങ്ങളാണ്. കാരണം വെച്ചാൽ അവിടെ മരണപ്പെട്ട ആളുകളും ബുദ്ധിമുട്ടുണ്ടായ ആളുകളും കൂടുതൽ മുസ്ലിങ്ങളാണ്. 18 വീട് ആർക്കാണ്? ആ മുസ്ലിം സഹോദരങ്ങൾക്കാണ്. കൊടുക്കണം. അങ്ങനെ ആവണം. മനുഷ്യനെ ചേർത്ത് പിടിക്കണം. മാനവികതയുടെ മണം പരക്കണം. അതിൻ്റെ സുഗന്ധം, സൗരഭം എല്ലായിടത്തും പരന്നിങ്ങനെ ഒഴുകണം. ആ ഒഴുക്കിനൊപ്പം പച്ചക്കൊടി ഇങ്ങനെ താളം പിടിച്ച് പറക്കുന്ന സുന്ദര സമൂഹ സുരഫലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കണം. അതാണ് മുസ്ലിം ലീഗിൻ്റെ ദൗത്യം. അതുകൊണ്ടാണ് ഇതിങ്ങനെ നീണാൾ വാഴണത്. ആരൊക്കെ വന്നു നമ്മളെ മുട്ടുകുത്തിക്കാൻ? 57-ൽ പ്രോഗ്രസീവ് ലീഗ് വന്നു, 67-ൽ സമസ്ത ലീഗ് വന്നു, അതിനുശേഷം ഫറൂഖ് മൗലവിയുടെ MDP വന്നു, ശേഷം അബ്ദുൽ നാസർ മദീനിയുടെ PDP വന്നു, ശേഷം INL വന്നു. അവസാനം ഈ വന്നൊന്നും പോരായിട്ട് ചെറുപ്പക്കാരായ കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് അവരുടെ മനസ്സിൽ അബുൽ അല മൗദൂദിയുടെയും അലി ശരീഅത്തിയുടെയും ഹസനുൽ ബന്നയുടെയും സയ്യിദ് കുത്തുബിൻ്റെയും ഒക്കെ പ്രതിലോമകരമായ ചിന്തകൾ കുത്തിവെച്ച് ചോരയും നീരുമുള്ള മക്കൾക്കിടയിലെ തീവ്രവാദം പരത്തിയിട്ട് പാർട്ടി ഉണ്ടാക്കണതിന് മുമ്പ് പത്രം ഉണ്ടാക്കി, അല്ലേ? മരിക്കാനും കൊല്ലാനും തയ്യാറായ ചാവേറുകൾ ഉണ്ടാക്കി, കവാത്ത് നടത്തി ആളുകളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ അവസാനം ഇതാ പിടിച്ചോ, റെഡി 1 2 3 SDPI അത് പ്രഖ്യാപിച്ചു. എന്നിട്ടും എവിടെ എത്തി നിൽക്കാൻ? ഈ ദർശനത്തെ തോപ്പിക്കാൻ സാധിക്കില്ലെന്ന് കാലം കൃത്യമായിട്ട് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. മഹാനായ സി മുഹമ്മദ് സാഹിബ്, നമ്മളെ ലീഗ് എങ്ങനെയാണ് നോക്കിയെന്ന് നിങ്ങൾ പഠിച്ചാലില്ലേ, നിങ്ങൾ ലീഗിൻ്റെ കൊടി പോസിറ്റേ ഉറങ്ങും. മനസ്സിലാവില്ലേ? ഖിയാമത്ത് വരെ ഇനി ലീഗ് ഒന്നും നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഖിയാമത്ത് വരെ നന്ദി ചെയ്യാനുള്ളത് ഓൾറെഡി ചെയ്തു തന്നിട്ടുണ്ട്. ഇനിയൊന്നും ലീഗ് ചെയ്തു തന്നില്ല. അതേക്കുറിച്ച് പഠിച്ചാൽ ഖിയാമത്ത് വരെ നന്ദി ചെയ്യാനുള്ളത് ലീഗ് ചെയ്തു തന്നിട്ടുണ്ട്. മക്കളോട് നന്ദിയുള്ളവരാവരാൻ പറയണം. മക്കളോട് രാഷ്ട്രീയം പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ലീഗേ ആകാവൂ എന്ന് നിങ്ങൾ വസിയത്ത് പറയണം. മക്കളോട് ഇതിലേക്ക് വരാൻ പറയണം. അരാഷ്ട്രീയവാദത്തോടെ നോ പറയണം. കുട്ടികളെ മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ദ്വാരക്കണം, പണിയെടുക്കണം. മനസ്സിലാവണേ?
എന്തുകൊണ്ടെന്നറിയോ? അത് അങ്ങനെയുള്ളൊരു സംഘശക്തിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാമെന്നറിയോ, അങ്ങനെ മഹാനായ സി എച്ച് മുഹമ്മദ് സാഹിബ് പുറത്തിറങ്ങും, വിദ്യാഭ്യാസ മന്ത്രിയാണ്. അങ്ങനെ ഇപ്പം നമ്മുടെ ശിവൻകുട്ടി സാറിന്നിരിക്കുന്ന പോലെ മന്ത്രിമന്ദിരത്തിൽ ഇരിക്കുകയും ചെയ്യില്ല, ഇങ്ങനെ നടക്കും മലബാറിലെ പ്രാന്തപ്രദേശങ്ങളിലൂടെ, മലബാറിൻ്റെ മലമടക്കുകളിലൂടെ വിദ്യയുടെ വെളിച്ചമെത്താത്ത ഓരോടങ്ങളും പോട്ടിങ്ങനെ നടക്കും. എന്നിട്ട് മേഘക്കുടയും ചൂടി കുംഭക്കുടലും തൂക്കിയിട്ട് ഇങ്ങനെ മൂർക്കി തുപ്പി നടക്കുന്ന വലിയ വലിയ ആജിയന്മാരുണ്ടാവും. ഓല വിളിക്കും, ആജിയാറെ, ഓ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അടുത്ത ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് എത്ര ഭൂമിയുണ്ടെന്നാണ്. എനിക്ക് 10 ഏക്കറുണ്ട്, ഒരു 2 ഏക്കർ എനിക്ക് വേണം. നമ്മളെ ഭൂമി പിടിച്ചെടുക്കാൻ നിങ്ങളെ മന്ത്രിയാക്കിയേ? അല്ല, എനിക്കൊരു സ്കൂൾ തുടങ്ങാനാണ്. അങ്ങനെ സ്കൂൾ തുടങ്ങി, ഗവൺമെൻറ് സ്കൂൾ തുടങ്ങിയിട്ട് ഒരു മഹലൂക്ക ഭാഗത്ത് വരണില്ലേ. അപ്പോൾ ചോദിച്ചു, എന്തേ നിങ്ങൾ കുട്ടികളെ പറഞ്ഞേക്കാത്തതെന്ന്. അപ്പോൾ പെണ്ണുങ്ങന്മാർ പറയാണ്, സി എച്ച് എൻ്റെ സ്കൂൾ നമ്മളെ കുട്ടികളെ പറഞ്ഞേക്കൂല, എൻ്റെ സ്കൂൾ വെള്ളിയാഴ്ചയുണ്ട്, റമദാനിലുണ്ട്. വെള്ളിയാഴ്ച നമ്മളെ കുട്ടികൾ പള്ളിക്ക് പോകില്ല, റമദാനിൽ നോമ്പും നോക്കൂല, ഇസ്ലാംകാരൻ 2 പോകും. 3 വെള്ളിയാഴ്ച പള്ളിക്ക് കൊണ്ടെന്നാൽ നമ്മളെ മക്കൾ കുരങ്ങായി പോകും. അങ്ങനെ കുരങ്ങാക്കണ്ട അന്ന് പറഞ്ഞ വർത്തനാണ്. അപ്പോൾ സി എച്ച് ചോദിച്ചു, അതാണ് പ്രശ്നമെങ്കിലും വെള്ളിയാഴ്ച ഇല്ലാത്ത, റമദാനിലില്ലാത്ത സ്കൂൾ തരട്ടെ എന്നാ പറഞ്ഞേക്കും. അങ്ങനത്തെ ഉണ്ട്, മാപ്പിളക്കാരുടെ സ്കൂൾ ഓൾറെഡി ഉണ്ട്. അതൊന്ന് ഉഷാറാക്കി മാപ്പിളക്കാരുടെ സ്കൂൾ കൊടുത്തു. ആൺകുട്ടികൾ വരാൻ തുടങ്ങി, പെൺകുട്ടികൾ വരണില്ല. എന്തേ പെൺകുട്ടികളെ വെക്കാത്ത? ഒന്നും വിടണില്ല ആരും. എന്താ നിങ്ങൾ പെൺകുട്ടികളെ അയക്കാത്ത? അപ്പോൾ ആളുകൾ വരാൻ തുടങ്ങി. അത് സി എച്ച് പിന്നെയും വരുന്നുണ്ട്, സ്കൂൾ ഉണ്ടാക്കാൻ സ്ഥലം കൊടുത്ത് ആൺകുട്ടികളെ അയച്ച് ഇനി പിന്നെയും വരുന്ന അയാൾ എന്തെങ്കിലും ഉണ്ടാവും എന്നാൽ പെൺകുട്ടികളെ അയച്ചു. സി എച്ചിന് ഭയങ്കര പ്രശ്നമാണ്, പെൺകുട്ടികളെ പഠിപ്പിക്കണം വലിയ നിർബന്ധമായിരുന്നു. സി എച്ചിൻ്റെ പ്രേരണയ്ക്ക് ഭയങ്കര മഹാനായ പൂക്കോത്തങ്ങൾ പറഞ്ഞു, പെമ്മക്കളെ 10 വരെ പഠിപ്പിക്കണം ഞാൻ ഒസിയത്ത് പറയുന്നു. ആര്? പൂക്കോത്തങ്ങൾ. മനസ്സിലാവളെ? ബഹുമാനപ്പെട്ട സമസ്തയുടെ തലപ്പത്തുകൊണ്ടാണ് പൂക്കോത്തങ്ങൾ ഇത് പറയേണ്ടത്. ഞാൻ നിങ്ങളോട് പറയാണ്, അങ്ങനെ പെൺകുട്ടികളെ അയക്കല്ലേ? സി എച്ച് ചോദിച്ചു, എന്താ അയക്കാത്തത്? ആരും ഒന്നും മിണ്ടുന്നില്ല. എന്താണോ നിങ്ങൾ പെൺകുട്ടികളെ അയക്കാത്ത? പെൺകുട്ടികളില്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ എന്താ അയക്കാത്ത? ഒന്നുമില്ല. പറയടോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു സി എച്ചിനോട്, നോക്ക് കീശയിൽ ഒരു 5 പൈസ ഇല്ല, കണക്ക് കള്ളാസും 2 പഴയ ലോട്ടറി ടിക്കറ്റും, ഒരു വസ്തുവില്ല. റേഷൻ കടയിൽ കപ്പ് ഇറക്കി തീറ്റിക്കണ കാലം, മോന്തിപ്പണിക്ക് രാത്രിപ്പണിക്ക് 3 രൂപ കൂലിയുള്ള കാലം, പെട്രോൾ ഡോളറിൻ്റെ മാസ്മരികത ഇല്ലാത്ത കാലം, അറബിപ്പൊന്നിൻ്റെ തിളക്കവും പതക്കവും ഇല്ലാത്ത കാലം, KMCC പണം അയക്കാത്ത കാലം. അങ്ങനെ ഒരു കാലമാണ്. ആ കാലത്താണ് മഹാനായ സി എച്ച് ചോദിക്കണത്, എന്തേ അയക്കാത്ത? അവർ പറഞ്ഞു, സി എച്ച് പെൺകുട്ടികളെ അയക്കണമെങ്കിൽ ഒരിക്കൽ മാറിയണം, മത്ത വേണ്ടേ, ഫുൾക്കൈ കുപ്പായം വേണ്ടേ, വലിയ പാവാട വേണ്ടേ, 2 ജോഡി കുമ്പണ്ടേ, തയ്ക്കാനും കൊടുക്കാൻ എവിടെ പൈസ? സി എച്ച് ഒരു 5 പൈസ ഇല്ല. ഒട്ടിയ വയറാണ്, ചട്ടിയ കവിളാണ്, അരപ്പട്ടിണിയാണ്, മുഴുപട്ടിണിയാണ്. അങ്ങനെ ഒരു കാലത്ത് പെൺകുട്ടികളേക്കാൻ നിങ്ങൾ പറയല്ലേ എന്ന് പറഞ്ഞ് മഹാനായ സി എച്ച് ചോദിച്ചു സമ്പ്രദായ ഗാത്രത്തോട്, അങ്ങോട്ട് പൈസ എന്നാൽ നിങ്ങൾ പെൺകുട്ടികളേക്കോ? അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചു. പറഞ്ഞു, ഉണ്ട്. ഞാൻ നേരെ അദ്ദേഹം പോയി അനന്തപുരിയുടെ അധികാര സിംഹാസനത്തിൽ പോയി മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പ്. എങ്ങനെയാ ലീഗ് നമ്മളെ നോക്കിയെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ നമുക്ക്? എന്നിട്ട് മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു. പൈസ കിട്ടാൻ ചരിത്രത്തിൽ കാണാം, പെൺകുട്ടികളില്ലാഞ്ഞിട്ട് ആളുകൾ കരയാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ ആ ഒരു സാഹചര്യം വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയാണ് ഇപ്പോൾ. പഴയ കുറച്ച് മുന്നേ ആണെങ്കിൽ നമ്മൾ ഉസ്താദന്മാർ വാഹനം വരുമ്പോൾ 500 രൂപ കൊടുത്തിട്ട് പറയും, എന്നാ പറയാ, കെട്ടിക്കായ പെണ്ണുണ്ട്, നല്ല പുയാപ്പൾക്ക് വേണ്ടി ദ്വാരക്കണം. ഇപ്പോൾ ഉസ്താദ് ദ്വാരക്കും, അഹമ്മദാജിൻ്റെ മോള് കെട്ടിക്കാറായിട്ടുണ്ട്, റബ്ബെ എനിക്കറിയാലോ, അതുകൊണ്ട് നല്ല ഇണയെ കൊടുക്കണേ അല്ല. ഇങ്ങനെ ഉസ്താദ് ദ്വാരക്കും നമ്മളിങ്ങനെ ആമയും പറയും അല്ലേ? അപ്പോൾ അതിലൊക്കെ ഓർമ്മയില്ലേ? ഇങ്ങനെ നമ്മൾ ആമയും പറയും. നല്ല ഇണയെ അഹമ്മദാജിൻ്റെ കുട്ടിക്ക് മാത്രമല്ല, ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കെട്ടിക്കാറായ പെൺകുട്ടികളുടെ മുഴുവൻ ആളുകൾക്കും ഹൈറായ ഇണയെ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ. 1 കിലോമീറ്റർ അവർ അല്ല അല്ലേ? അപ്പം നമ്മളിങ്ങനെ ആമയും പറയും. അതൊക്കെ പോയിട്ട് ഇപ്പം എന്തായെന്നറിയോ? ഇപ്പോൾ ആൺകുട്ടികളുടെ ആൾ ദ്വാരക്കാൻ പറയാൻ തുടങ്ങി, ഒരു പെണ്ണിനെ കിട്ടാൻ ദ്വാരക്കണേ. തല തിരിഞ്ഞ് വരിക, എല്ലാം തല തിരിയാണല്ലോ അല്ലേ? നമ്മൾ സാധാരണ അധ്യാപകർ പറയുമ്പം പറയും, എന്ന് വെച്ചാൽ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മളെന്നാ ദ്വാരക്കുക, പഠിച്ചോ ഇന്ന് കണക്കിൻ്റെ കുഞ്ഞിക്കണ്ണം മാഷ അടികിട്ടാണ്ട് ഒപ്പിക്കടയല്ലാതെ ദ്വാരക്കുക. ഇപ്പം നമ്മൾ ദ്വാരക്കാണ്, കുട്ടികളെ അടികിട്ടാണ്ട് നമ്മളെ കഴിച്ചിലക്കി തരണയല്ലാതെ നമ്മൾ ദ്വാരക്കുക. അങ്ങനെ ഒരു കാലത്താണ് ജീവിക്കണത്. തല തിരിയുന്ന കാലമാണ്. അപ്പം ഞാൻ പറഞ്ഞു തന്നറിയോ? അപ്പോൾ ആ രീതിയിൽ പൈസ ഇല്ലാത്തൊരു, പക്ഷെ ചില ഉപ്പമാരെ പെൺകുട്ടികൾ കുറഞ്ഞു പോയതിൻ്റെ പേരിൽ വിഷമിച്ചു. കല്യാണം കഴിഞ്ഞ പാടുള്ള ആൾ ഭാര്യനോട് ചോദിക്കുകയാണ്, നീ പാവാടയും കുപ്പായിട്ട് സ്കൂൾ പോകണേ, ആ 30 ഉറുപ്പിക വാങ്ങാലോ, അരി വാങ്ങാലോ അല്ലേ? അങ്ങനെ ഒരു കാലം അങ്ങോട്ട് കൊടുത്ത് പഠിപ്പിച്ചു മുസ്ലിം ലീഗ് പെൺകുട്ടികളെ. എന്നിട്ട് എന്തായേ? 3 മാസം മുമ്പേ നിങ്ങൾ അറിയുമെന്നറിയില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമ്മുടെ ഉമ്മർ ഫൈസി ഉസ്താദിൻ്റെ മോള് 19 വയസ്സുകാരി മറിയം ജുമാന വിമാനം പറത്തി കരിപ്പൂർ വിമാനം ഇറക്കിയിട്ട് ഇറങ്ങി വരുന്ന ഒരു വരുത്തുണ്ട്. നിങ്ങൾ കണ്ടണ? ആ കുട്ടിയുടെ മുഖം മുൻകൈയിൽ അത് വേറൊന്നും കാണില്ല. അള്ളാൻ്റെ നിയമം ലംഘിച്ചിട്ടില്ല. വനിതാ ലീഗുകാരെ, അവർ അള്ളാൻ്റെ നിയമം ലംഘിച്ചിട്ടില്ല. നിങ്ങൾ ഇറങ്ങിക്കോളൂ, അള്ളാൻ്റെ നിയമം ലംഘിക്കാതെ എവിടെ വരെ നിങ്ങൾക്ക് പോകണേ ഒരു കുഴപ്പമില്ല.
ഒരു പ്രശ്നമില്ല എന്ന് കൃത്യമായ ഫത്വ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റബ്ബിൻ്റെ നിയമം ലംഘിക്കാതിരുന്നാൽ മതി. അപ്പോൾ എന്തായെന്നറിയോ, മറിയം ജുമാന പിന്നെ അദ്ദേഹത്തിൻ്റെ അവരുടെ ഉപ്പാനെ ഞാൻ വിളിച്ചിരുന്നു. ഉമ്മർ ഫൈസ് ഉസ്താദിൻ്റെ മോളാണ്. അപ്പോൾ ചോദിച്ചു, എന്തേപ്പോൾ ഇങ്ങനെ കുട്ടി വിമാനമൊക്കെ പറത്തിയിട്ട്? അപ്പോൾ എൻ്റെ അടുത്ത് കുട്ടി വന്നിരുന്നു മാഷേ, എന്നോട് പറഞ്ഞു എനിക്ക് പൈലറ്റ് ആവണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് വിമാനം ഓടിക്കുന്ന ഡ്രൈവർ ആവണോന്ന്. കാർ ഓടിക്കാൻ നമുക്ക് ബേജാറപ്പം കൂട്ടിൽ വിമാനം ഓടിക്കണം അത്രേ. അപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ മോളെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ വല്ലാത്ത ആഗ്രഹം എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടിക്ക് അല്ലാതെ നിയമലേക്കൊക്കെ എന്തോ ആവാൻ അയക്കോളി, പൈസ ഒക്കെ അത് റബ്ബങ്ങ് തീർന്നു പറഞ്ഞു. എൻ്റെ കുട്ടി വിമാനം പറത്തിയ മാഷേ. എന്നിട്ട് ആ പെണ്ണ് വിമാനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പോണ വഴിക്ക് പറയുന്നൊരു ഭർത്താനുണ്ട്, ബാപ്പച്ചിയെ നമ്മളെ കുടിക്ക് പോണതിന് മുമ്പേ പാണക്കാട്ട് പെരക്ക് പോയിട്ട് തങ്ങളൊക്കെ അങ്ങോട്ട് പോകട്ടോന്ന്. മനസ്സിലാവും? ആ കുട്ടിയുടെ നന്ദിബോധമാണ്. പള്ളിയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ട് ഉസ്താദിൻ്റെ മകൾ, ആ മകളുടെ സ്വപ്നം പൈലറ്റ് ആവണമെന്നാണ്. ആ സ്വപ്നം മനസ്സിൽ താലോലിക്കുമ്പോൾ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് നിറവിലേക്ക് ആ കുട്ടി ആനയിച്ച പാഥേയം പണിത ആ പാഥേയങ്ങൾ പൂക്കൾ വിതറിയ പ്രസ്ഥാനത്തിൻ്റെ പേരാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ കുട്ടി നോക്കി എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ആരാണ്? ആ രാഷ്ട്രീയ പരിസരം, സാമൂഹിക പരിസരം, മുസ്ലിം ലീഗിൻ്റെ പരിസരം. സ്വപ്നം കാണാൻ പഠിപ്പിച്ച പതാക, പച്ച പതാക, സ്വപ്നം കാണാൻ പഠിപ്പിച്ച നേതാവ്, തലയിൽ തുർക്കിത്തൊപ്പി വെച്ച പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ആ കുട്ടിയുടെ നന്ദി ബോധമാണ് കുരുക്കിരാടുള്ള മക്കളിൽ നിന്നും മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കണം. നിങ്ങളും അങ്ങനെ ആവണം, അങ്ങനെ ആക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഇവിടെ കസാലൊക്കെ മക്കളില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ആളുകൾ മിക്കവാറും പോയിട്ടുണ്ട്. ഉള്ള ആളുകൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാൻ. ഇപ്പം ഞാൻ പറയുന്നറിയോ, അപ്പോൾ അങ്ങനെ മുസ്ലിം ലീഗ് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ സ്കൂളുകൾ ഉണ്ടാക്കി. 67, 68 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, 69 മലപ്പുറം ജില്ല, 70, 71, 72, 73 അങ്ങനെ പോയി 79 ആകുമ്പോഴേക്ക് ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് എത്തി. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ അവസാനിപ്പിക്കാൻ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. നേരത്തെ പോസ്റ്റ്മാൻ പറ്റിച്ച പാത്തൂട്ടി അവിടെ നിൽക്കണ്ടേ, അവരിങ്ങനെ നിൽക്കാൻ. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ എവിടേക്ക് ക്ഷണിക്കുകയാണ്? മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിലേക്ക് ക്ഷണിക്കുകയാണ്. കരുവാരക്കുണ്ടിൽ ഒരു വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അടിപൊളി സ്കൂളാണ്, നിറയെ കുട്ടികളാണ്. അവിടെ വയനാട് മണ്ഡലത്തിൻ്റെ ഭാഗമായതുകൊണ്ട് രാഹുൽ ഗാന്ധി അതിൻ്റെ MP ആയി. അദ്ദേഹം സ്കൂൾ സന്ദർശിക്കാൻ വന്നപ്പോൾ ഈ ബിൽഡിംഗ് ഇങ്ങനെ പൊളിഞ്ഞ് വേറെ കണ്ടിട്ട് സയൻസ് ബ്ലോക്കിന് അടിപൊളി ഒരു ബിൽഡിംഗ് അനുവദിച്ചു. ആ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ ഭംഗിയായിട്ട് പൂർത്തിയായതിനു ശേഷം അതിൻ്റെ ഉദ്ഘാടനം സംഘാടകർ വെച്ചു. ഒരു ഭാഗത്ത് പാരാവരം പോലെ പരന്നു കിടക്കുന്ന രക്ഷിതാക്കൾ, മറുഭാഗത്ത് പാരാവരം പോലെ വിദ്യാർത്ഥിനികൾ, പെൺകുട്ടികളുടെ സ്കൂളാണ്. അപ്പോൾ ആ പരിപാടിയുടെ ഉദ്ഘാടനം ക്ഷണിച്ചത് സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയാണ്, MP ആണ്. അപ്പോൾ രാഹുൽ ഗാന്ധി വന്ന് സീറ്റിലിരിക്കുകയാണ്. ആരോ അനൗൺസ് ചെയ്തു, നെക്സ്റ്റ് വീക്ക് cordially invites our beloved MP രാഹുൽ ഗാന്ധി to inaugurate this grand, marvelous, fantastic function. ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കുന്നു. രാഹുൽ ഗാന്ധി വന്ന് മൈക്കിന് മുന്നിൽ നിന്നോ, മൈക്കൊന്ന് മുട്ടി, തൊണ്ടേ നനക്കി, ഇടത്തും വെളുത്തും നോക്കി. എന്തിനാ? പരിഭാഷയ്ക്ക് ആളെ വെക്കാൻ സംഘാടകർ മറന്നുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ഒരു ബൾബ് കത്തി. മുന്നിൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മൊത്തയിട്ട മലബാറിൻ്റെ മണമുള്ള മാപ്പിള പെൺകുട്ടികൾ. ആ പെൺകുട്ടികളുടെ നേരെ ചൂണ്ടിയിട്ട് പ്രിയപ്പെട്ട MP രാഹുൽ ഗാന്ധി ചോദിച്ചു, എനിബഡി ഈസ് ദേർ ബിഫോർ മീ, കം ഓൺ ദ ഡേസ് ടു ട്രാൻസ്ലേറ്റ് മൈ സ്പീച്ച്. എൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരും കൊണ്ടൊന്ന് വരുമോ? നമ്മളങ്ങനെ ചെയ്യാം. ഓടച്ചോനെ ഇങ്ങനെ നോക്കൂ, ആരെങ്കിലും പോകുന്നുണ്ടോ? ബേജാറാണ്, ആരും പോയി കളിയോ? ഇതങ്ങ് ചോദിക്കേണ്ട താമസം പെൺകുട്ടികളുടെ പിറകു ഭാഗത്തു നിന്നും ഫാത്തിമ സഫ എന്ന് പറയുന്ന +1 സയൻസുകാരി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഐ ഷാൽ സർ, കൺഗ്രാറ്റുലേഷൻസ്, കം ഓൺ ദ ഡേസ്. രാഹുൽ ഗാന്ധി വിളിച്ചു, സ്റ്റേജിലേക്ക് വന്നു. യുവർ ഗുഡ് നൈം പ്ലീസ്. ഐ ആം ഫാത്തിമ സഫ സർ. യു ആർ ഫ്രം? ഐ ആം ഫ്രം സയൻസ്, +1 സയൻസ്. ലെറ്റ്സ് സ്റ്റാർട്ട് ഫാത്തിമ. തുടങ്ങിയല്ലേ ഫാത്തിമ? യെസ് സർ. എന്തൊരു ആത്മവിശ്വാസമാണ്. ഒരു മുന്നൊരുക്കമില്ല, ഒന്നും അറിയില്ല. ആരെ പ്രസംഗ പരിഭാഷപ്പെടുത്താൻ പോടും? രാഹുൽ ഗാന്ധി പ്രസംഗം തുടങ്ങി. ഓ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് മലപ്പുറം, കരുവാരക്കുണ്ട് ആൻഡ് വണ്ടൂർ. ഉടനെ പരിഭാഷ ഫാത്തിമ സഫ. വണ്ടൂരിലെ, കരുവാരക്കുണ്ടിലെ, മലപ്പുറത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ബീയിങ് ഹിയർ ബിഫോർ യു ആം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് അനൽപമായിട്ടുള്ള അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അരമണിക്കൂർ പ്രസംഗം, പദാനുപദ തർജിമ, ഒരു തെറ്റുമില്ല, ഒരു നെർവസ്നെസ്സും ഇല്ല, ഒരു സ്റ്റേജ് ഫെയറും ഇല്ല, ഒരു തരത്തിലും പ്രശ്നമില്ല, ഒരു ആങ്സൈറ്റി ഇല്ല, ഒരു വിഷയമില്ല. കൃത്യമായിട്ട് അരമണിക്കൂർ പ്രസംഗം ആ കുട്ടി പരിഭാഷപ്പെടുത്തി. 1.5-2 മിനിറ്റ് കൊണ്ട് 1 ലക്ഷം പേർ ആ വീഡിയോ കണ്ടു. അഭിമാനത്തിന് നെറുകയിൽ ആ കുട്ടി
കസേര വലിച്ചിട്ട് കാലും വെച്ച് അവിടെ ഇരുന്നു. ലോകം മുഴുവൻ കുട്ടിയെ വാഴ്ത്തിപ്പാടി. എന്തൊരു മോള്! എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അല്ലേ? ചില കൂട്ടുകാരികൾ പറയാ, പഠിച്ചവനെ ഓക്ക് തെറ്റിപ്പോട്ടേനും. എന്തിനാ? അത് അസൂയാണ് അല്ലേ? അത് അസൂയാണ്. പക്ഷെ ഓൾക്കൊന്നും തെറ്റിയില്ല, കൃത്യമായിട്ട് പരിഭാഷപ്പെടുത്തി. ആരുടെ പ്രസംഗം എന്നുള്ളത് വളരെ പ്രധാനമാണ്. നവഭാരത ശില്പി ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രിയപ്പെട്ട പുത്രി ഇന്ദിരാഗാന്ധി 1975 ലോകത്ത് അദ്ദേഹം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ. ആ സമയത്ത് ലോക മാധ്യമ ഭീമൻ BBC ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പറഞ്ഞു 63 കോടി ജനങ്ങളുടെ ഇന്ത്യയിൽ ഒറ്റ ആൺകുട്ടിയേ ഉള്ളൂ, അത് ഇന്ദിരാഗാന്ധിയാണെന്ന്. ആ ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി, ശ്രീപെരുമ്പത്തൂരിൻ്റെ മണ്ണിൽ പെരുമഴ പോലെ പെയ്തവസാനിച്ചു പോയ രാജീവ് ഗാന്ധി 21-ാം നൂറ്റാണ്ടിൻ്റെ വിഹായസിലേക്ക് രാട്ടത്ത് നയിക്കാൻ രാജ്യം കനിതെളിയ കാലം കഞ്ഞിറളിയ കാൽപ്പനികതയുടെ കർമ്മകുശലതയുടെ കൽപ്പരുമാറ്റം ബഹുവന്ദനായ രാജീവ് ഗാന്ധി. ആ രാജീവ് ഗാന്ധിയുടെ പ്രിയപ്പെട്ട പുത്രൻ ഒന്ന് പ്രധാനമന്ത്രി ആവണേ എന്ന് 100 തവണ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ രാട്ടത്തിൻ്റെ നായകൻ. ഇപ്പോൾ ബീഹാറിൽ കൃത്രിമത്വത്തോടെ ജയിച്ചപ്പോഴും അദ്ദേഹം പറയാണ്, ആദ്യം മുതലേ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം, ഇതിങ്ങനെയൊക്കെ ആവുള്ളൂ എന്നും എനിക്കറിയാം, ശ്രമം നടത്തിയിട്ടുണ്ട്, പോരാട്ടം അവസാനിപ്പിക്കില്ല, തുടരുക തന്നെ ചെയ്യും അല്ലേ? അദ്ദേഹം പറയാൻ ആത്മവിശ്വാസമുള്ള വാക്കുകൾ. മോഡിയെയും അംബാനിയെയും യോഗിയെയും അമിത്ഷായെയും വെള്ളം കുടിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് ഈ കുട്ടി സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ഇതുമില്ലാതെ വന്നിട്ട് പരിഭാഷപ്പെടുത്തിയത് അല്ലേ? ഇപ്പോൾ നിങ്ങളോട് ലീഗ് എന്താ ചെയ്തതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരോട് പറയാ, പോസ്റ്റ്മാൻ പറ്റിച്ച പാത്തൂട്ടിത്തയിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു മുന്നൊരുക്കവും ഇല്ലാതെ വേദിയിൽ വന്ന് പരിഭാഷപ്പെടുത്തിയ ഫാത്തിമ സഫയിലേക്കുള്ള ദൂരത്തിൻ്റെ പേരാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ നമ്മുടെ രാഷ്ട്രീയം സാർത്ഥകമായി. ഈ ആളുകൾ കട്ടപ്പെട്ടി ഉണ്ടാക്കിയ വേദിയും സ്റ്റേജും ഒക്കെ സാർത്ഥകമായി, ധന്യമായി, അർത്ഥവത്തായി, സായുജ്യജന്യമായി. ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ എന്താണ്, ഇതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കുറേ ആളെ വന്നിരുന്നോ, നിങ്ങൾ പറയും എവിടുന്നോ ഒരാൾ വെള്ളയായിട്ട് വന്നിട്ട് പ്രസംഗിച്ചതിന് അയാൾക്കൊന്നും മനസ്സിലായിട്ടില്ല, ഞമ്മക്കൊന്നും തിരിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് വരിക. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇത് ചോറോട് പഞ്ചായത്താണ്. ചോറോട് പഞ്ചായത്തിന് മുസ്ലിം ലീഗ് അജയ്യമായ ഒരു ശക്തിയാണ്. കുരുക്കിലാട്ടിൻ്റെ മണ്ണിൽ ഞാനിപ്പോൾ നോക്കിയപ്പോൾ പല കൊടികളും പാറണത് കണ്ടു. എല്ലാ കൊടികളും പാറട്ടെ, സ്വച്ഛന്തം എല്ലാ കൊടികളും പാറട്ടെ, ആരുടെ കൊടിയും ആരും എടുക്കാതിരിക്കട്ടെ, അസമാധാനത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാതിരിക്കട്ടെ, സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകൾ പാറിപ്പറക്കട്ടെ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ കൊടികളും പാറുന്ന കുരുക്കിലാട്ടിൻ്റെ മണ്ണിൽ ഖിയാമത്ത് നാൾ വരെ തലമുറ കൈമാറി ഏറ്റവും ഉയരത്തിൽ പാറുന്ന കൊടി പാണക്കാട് തങ്ങളുടെ പച്ച പതാകയാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. നമ്മുടെ റിൻഷാദ് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. കുരിക്കിലാട് ശാഖാ കമ്മിറ്റിയുടെ കുടുംബസംഗമം നമ്മളിന്ന് വിളിച്ചപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രത്തോളം ആളുകളാണ് ഇന്ന് നമ്മുടെ ഈ ഇതിലേക്ക് കടന്നു വന്നത്. അത് ലീഗിനോടുള്ള ഒരൊറ്റ ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ്. അപ്പോൾ തുടർന്നും നമ്മൾ ലീഗ് വിളിക്കുമ്പോഴും നമ്മുടെ UDF സഖ്യം വിളിക്കുമ്പോൾ നമ്മൾ എല്ലാ പരിപാടിക്കും നമ്മൾ 100% നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവരും ഈ ഇതുപോലെയുള്ള മറ്റു പരിപാടിയിലേക്കും പങ്കെടുക്കുക. നമ്മൾ SIR പോലത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പല ആളുകളും നമ്മൾ പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ പരിപാടികളും ഇന്നു മുതൽ മുന്നോട്ട് തന്നെ പോവുകയാണ്. അസ്സലാമു അലൈക്കും.